അമ്മാ ബഅദു, ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ നിശ്ചയിച്ചിട്ടുള്ള വളരെ മഹത്തരമായ ഒരു ഇബാദത്താണ് ഉംറ എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സാമ്പത്തികമായും ശാരീരികമായും കഴിവ് നൽകിയിട്ടുണ്ട് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു തവണ അത് നിർവഹിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഉംറ അത് ഹജ്ജ് പോലെ തന്നെ നിർബന്ധമാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില മദ്ഹബുകളിൽ അത് വളരെയധികം പുണ്യം കിട്ടുന്ന ഒരു സുന്നത്തായിട്ടാണ് പറയുന്നതെങ്കിൽ മറ്റു പണ്ഡിതന്മാർ അത് ഹജ്ജ് പോലെ തന്നെ നിർബന്ധമായിട്ടാണ് പരിഗണിക്കുന്നത്. എന്നാൽ ഹജ്ജ് പോലെ ദീനുൽ ഇസ്ലാമിൻ്റെ അർക്കാനുൽ ഇസ്ലാമിൽപ്പെട്ട ഒന്നല്ല, എങ്കിലും നിർബന്ധ ബാധ്യത എന്നുള്ള കാര്യത്തിൽ അത് ഉംറയും നിർബന്ധം തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിക്കുക എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ. അതുകൊണ്ട് തന്നെ ഹജ്ജിനോടൊപ്പം തന്നെയാണ് ഉംറയെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഹജ്ജ് നിർബന്ധമാകുന്നത് പോലെ തന്നെ ഉംറയും നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി ഉംറ അത് ഒരു തവണ മാത്രമല്ല നിർബന്ധമായിട്ടുള്ളത്, ഒരു തവണ മാത്രമല്ല നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നിർബന്ധം ഒരു തവണയാണെങ്കിലും അത് ഇടയ്ക്കിടെ ചെയ്യുക എന്നുള്ളത് വളരെയധികം സുന്നത്തായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നഹ. അൽ ഉംറതു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള ഇടയിലുള്ള സമയം കഫാറത്തുൻ ലിമാ ബൈനഹുമ, അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാകുന്നു. വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അല്ലാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന പരിശുദ്ധമായ ഹജ്ജ് അതിൻ്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഉംറ ചെയ്തു കഴിഞ്ഞാൽ അതിനിടയിൽ നമുക്ക് സംഭവിച്ചു പോകുന്ന ചെറു പാപങ്ങളെല്ലാം അടുത്ത ഉംറയോടുകൂടി അതിനിടയിലുള്ളതെല്ലാം പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഉംറയുടെ വലിയൊരു ഫദ്ൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, നിങ്ങൾ ഹജ്ജും ഉംറയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക. ഇതാണ് ഹദീസിലുള്ളത്. പല ആളുകളെയും വിചാരം അത് ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാധ്യത കഴിഞ്ഞു, ഇനി അധികം ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കൂലിയില്ല എന്നൊക്കെ പറയുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെയല്ല. നിങ്ങൾക്ക് എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാൻ സാധിക്കുമോ എല്ലാ വർഷവും ഹജ്ജ് ചെയ്താൽ അത്രയും പ്രതിഫലമുണ്ട്. എല്ലാ വർഷവും ഉംറ ചെയ്യാൻ സാധിക്കുമോ എല്ലാ വർഷവും ഉംറ ചെയ്താൽ അത്രയും പ്രതിഫലം നിങ്ങൾക്കുണ്ട്. അതല്ലാതെ ഒരു തവണ ഹജ്ജ് ചെയ്തു ഇനി നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് സാധിക്കുന്ന അത്ര ഹജ്ജ് ചെയ്യാം. സാധിക്കുന്ന അത്ര അള്ളാഹു സാമ്പത്തികമായി കഴിവ് തന്നിട്ടുണ്ട് എങ്കിൽ ആ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന വലിയ പുണ്യകരമായ ഒരു ഇബാദത്താണ് ഹജ്ജും ഉംറയും ഒക്കെ. അപ്പോൾ താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ശ്രേഷ്ഠതയായി പറഞ്ഞു, ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വദ്ദുനൂബ്, തീർച്ചയായും അത് തിന്മകളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ദാരിദ്ര്യത്തെയും ഇല്ലാതാക്കി കളയും. കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദി വദ്ദഹബി വൽ ഫിദ്ദ, എപ്രകാരമാണത്? ഉല, അത് ആളുകൾ പൊതുവെ ഇരുമ്പിൻ്റെയും അതുപോലെ സ്വർണത്തിൻ്റെയും ഒക്കെ അതുപോലെ വെള്ളിയുടെയും ഒക്കെ അതിൽ നിന്നുണ്ടാകുന്ന അശുദ്ധി നീക്കം ചെയ്യാൻ വേണ്ടി ഉലയിൽ കൊണ്ടുവെക്കും. അത് എപ്രകാരം അതിനെല്ലാം നീക്കം ചെയ്യുന്നുവോ അതുപോലെ നിങ്ങളിലുള്ള ദാരിദ്ര്യത്തെയും അതുപോലെ നിങ്ങൾക്ക് സംഭവിച്ചു പോയ പാപങ്ങളെയും അത് ഇല്ലാതാക്കി തീർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ വലൈസ ലിൽ ഹജ്ജി അൽ മബ്റൂറത്തി സവാബുൻ ഇല്ലൽ ജന്ന, സ്വീകരിക്കപ്പെടുന്ന മബ്റൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഇനി ആ ഉംറ തന്നെ സഹോദരങ്ങളെ, അത് റമളാൻ മാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിന് കൂടുതൽ കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ കാന റമളാൻ ഇഅ്തമരി ഫീ, റമളാൻ മാസമായാൽ നീ ഉംറ ചെയ്യുക. ഫഇന്ന ഉംറതൻ ഫീ റമളാൻ ഹജ്ജത്തുൻ, തീർച്ചയായും റമളാൻ മാസത്തിലുള്ള ഉംറ എന്ന് പറയുന്നത്
അത് ഹജ്ജിന് തുല്യമാണ്. അഥവാ അവൻ്റെ ഹജ്ജ് അതുകൊണ്ട് നിർവഹിക്കപ്പെടുകയില്ല. അവൻ്റെ ഹജ്ജത്തുൽ ഇസ്ലാം, അവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഹജ്ജ് അതുകൊണ്ട് നിർവഹിക്കപ്പെടുകയില്ല. അത് വേറെ തന്നെ ചെയ്യണം. പക്ഷെ റമദാൻ മാസത്തിൽ നീ ഉംറ ചെയ്താൽ നീ ഹജ്ജ് ചെയ്തതിനുള്ള കൂലി നിനക്ക് ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റമദാൻ മാസമാകുന്ന സമയത്തൊക്കെ സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ, റമദാനിൽ ശരിയാണ് ഹജ്ജ് ഉംറക്ക് പോകാനുള്ള സാമ്പത്തികമായി അല്പം കൂടി ആവശ്യം വരും, എന്നിരുന്നാലും ആ ഉംറക്ക് അധികം പ്രതിഫലമുണ്ട്, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉംറയും ഹജ്ജും അത് ജീവിതത്തിൽ ഒരു തവണ നിർവഹിച്ചു എന്നുള്ളത് കൊണ്ട് ഇനി എൻ്റെ ബാധ്യത കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ആ ഭാഗത്തേക്ക് പോകേണ്ടതില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. പല ആളുകളും അങ്ങനെയാണ്. അവർ ചിലപ്പോൾ ഒരു 50-60 വയസ്സിലൊക്കെ ചിലപ്പോൾ ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഒരുപാട് കാലം അവർ ജീവിക്കുന്നുണ്ടാവും, അവർക്ക് സാമ്പത്തികമായി കഴിവുണ്ടാവും. പക്ഷെ പിന്നീട് ആ ഭാഗത്തേക്ക് എനിക്ക് പോകേണ്ടതില്ല എന്ന രൂപത്തിലായിരിക്കും ജീവിക്കുക. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് സാധിക്കുന്നത്ര അള്ളാഹു എത്രത്തോളം നിങ്ങൾക്ക് സമ്പത്തും ആരോഗ്യമൊക്കെ തന്നു. കാരണം ഇത് രണ്ടും ആവശ്യമാണ്. ചിലപ്പോൾ ഒരുപാട് സമ്പത്തുണ്ടാവും, ആരോഗ്യം ഉണ്ടാവും, നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഇത് ശാരീരികമായി അതിൻ്റെ ക്ഷമത ആവശ്യമുള്ള ഒരു ഇബാദത്താണ്. അറിയാം, നമുക്ക് ചെയ്ത ആളുകൾക്കറിയാം അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു ആരോഗ്യവും സമ്പത്തും ഒരുമിച്ച് നൽകിയിടത്തോളം കാലം അത് സാധിക്കുന്ന അത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. അത് നമ്മുടെ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ്. ഇനി ഉംറ നിങ്ങൾക്കറിയുന്നത് പോലെ തന്നെ അതിനൊരു പ്രത്യേക മാസമോ ദിവസമോ ഇല്ല. ഹജ്ജിനാണെങ്കിൽ ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ ചെയ്താൽ മാത്രമേ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഹജ്ജ് സമയഖണ്ഡിതമാണ്. അതിൻ്റെ മുമ്പോ ശേഷമോ ഒന്നും ചെയ്തതുകൊണ്ട് ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല. എന്നാൽ ഉംറയെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ എല്ലാ ദിവസവും ഉംറ അനുവദനീയമാണ്. ഏത് സമയത്തും, രാവാകട്ടെ പകലാകട്ടെ ഏത് നേരത്തെ ആകട്ടെ, ഉംറ അത് അനുവദനീയമാണ്. നമ്മുടെ നാടുകളിൽ ചിലപ്പോൾ ചില മാസങ്ങളിൽ ഹജ്ജ് കഴിഞ്ഞ ഉടനെയൊക്കെ അവിടെ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പോകാനുള്ള തടസ്സമുണ്ടാകും. പക്ഷേ ഉംറ അത് ഏത് കാലത്തും നമുക്ക് എന്ത് ചെയ്യാം, അത് അനുവദിക്കപ്പെടുന്ന, ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് പ്രത്യേക സമയം അത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണാം. ഈ സഹോദരങ്ങളെ, നമ്മൾ ഉംറയുടെ സിഫത്തിലേക്ക്, അതിൻ്റെ രൂപങ്ങളിലേക്ക് പോകുകയാണ്. നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എത്ര ക്ലാസ് കേട്ട് കഴിഞ്ഞാലും ഉംറക്ക് പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടൊക്കെ ക്ലാസ്സുകൾ കേൾക്കും, അവർ മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നിരുന്നാലും മിക്കവാറും അവർ സ്വാധീനിക്കപ്പെടുക അവരാരുടെ കൂടെ പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം പല ആളുകൾ ക്ലാസ് കേട്ടിട്ടും ബുക്ക് വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കിയാലും അവിടെ ആദ്യമായി എത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും തിരക്കും മറ്റുമൊക്കെ കാണുമ്പോൾ ഒരു ബേജാറാകും. അവർ വായിച്ച പല കാര്യങ്ങൾ, അവർ മനസ്സിൽ പല ചിത്രങ്ങളും ഉണ്ടാവും. അവർക്ക് സഫ മർവ എന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ കുന്നൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ അവർ മനസ്സിലാക്കിയിരിക്കുക. പക്ഷെ അവിടെ പോയാൽ അങ്ങനെ ഒരു കുന്നും കാണുകയില്ല. അതുപോലെ അവർ ഹജറുൽ അസ്വദ് മുത്തുക എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവിടെ പോയാൽ ഹജറുൽ അസ്വദ് കാണാൻ പോലും ചിലപ്പം കിട്ടുകയില്ല. അതുകൊണ്ട് അങ്ങനെ പല പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായി അവർ ആരുടെ കൂടെയാണ് പോകുക, അവർ പറയുന്നത് പോലെ തന്നെ ചെയ്ത് തീർക്കുന്ന ഒരു രൂപത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളത് വളരെ നിർബന്ധമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും പ്രചാരകരുടെ കൂടെ ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. അവർ കേവലം നിങ്ങളുടെ ഹജ്ജും ഉംറയും ബാത്തിലാക്കി കളയും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ദീനുൽ ഇസ്ലാമിനെ തന്നെ ഇല്ലാതാക്കി കളയും. നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആളുകൾ അവർ ഉംറയും ഒക്കെ ചെയ്തിട്ട് മദീനയിലേക്കൊക്കെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുക്കലല്ല, അവിടെ അടുക്കൽ നിന്ന് നമുക്കറിയാം അവിടെ ആട്ടി ഓടിക്കപ്പെടും. കുറേ ദൂരെ മാറി നിന്ന് പരിങ്ങി നിന്നുകൊണ്ട് വളരെ നിന്ദയോടുകൂടി ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആ റസൂലിനോടൊക്കെ നേരിട്ട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾക്ക് നമ്മൾ നാളെ പോകുകയാണ്, നമ്മൾ പ്രയാസത്തിനെല്ലാം ദൂരീകരിച്ച് തരണം എന്നൊക്കെ നേരിട്ട് റസൂലിനോട് പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ. അതുപോലെ തന്നെ മക്കയിലും മദീനയിലുമൊക്കെ ഇല്ലാത്തതായ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കള്ളക്കഥകളൊക്കെ പറഞ്ഞ് ഇത് ഇന്ന ചരിത്രം നടന്ന സ്ഥലമാണ്, ഇത് ഇന്ന കാര്യം ചെയ്ത സ്ഥലമാണ്, ഇന്ന പള്ളിയിൽ പോയി ഇന്ന കൂലിയുണ്ട്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ ഒരുപാട് സിയാറത്തുകൾ. അഥവാ ആ മസ്ജിദുൽ ഹറമിലും അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയിലും ലക്ഷവും ആയിരവും ഒക്കെ വക്തിന് നിസ്കരിച്ചാൽ കൂലി കിട്ടുന്ന സ്ഥലങ്ങളിൽ നിസ്കരിക്കാതെ ഇങ്ങനെ യാതൊരു ആവശ്യവുമില്ലാതെ രാവും പകലും ഒക്കെ ഇങ്ങനെ പല യാത്രകൾ നടത്തിയിട്ട് നമ്മുടെ സാമ്പത്തികമായും അത് നഷ്ടപ്പെടും, നമുക്ക് പോയതിനുള്ള പൂർണ്ണമായ കൂലി ലഭിക്കുകയുമില്ല. ഒരുപാട് ബിദ്അത്തുകളും ചിലപ്പോൾ കടുത്ത ശിർക്ക് തന്നെ ചെയ്യിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളത് തീർച്ചയായും ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച ആളാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ കൂട്ടരുടെ കൂടെ പോയാൽ ചിലപ്പോൾ ഇതാണ് സംഭവിക്കുക. നമ്മൾ പെട്ടെന്ന് അവിടെ എത്തുമ്പോൾ ബേജാറായി നമുക്കൊന്നും മനസ്സിലാവും. അവസാനം ഇവർ പറയുന്നത് പോലെയുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇബാദത്തുകൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നന്നായി പഠിക്കുക, അത് വളരെ അത്യാവശ്യമാണ്. ആരുടെ കൂടെ പോയാലും ഈ പറയുന്ന ദിക്റുകളും ദുആകളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തം തന്നെ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ പഠിക്കണം, തീർച്ചയായും നമ്മൾ പഠിക്കണം. ഉംറക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ സിഫത്തൊക്കെ പഠിക്കുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ ആവശ്യമായി നമുക്ക് വരിക ഒരുപാട് ദുആ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ എല്ലാ മേഖലകളിലും ഇഖാമത്ത് ദിക്റില്ല, അള്ളാഹുവിൻ്റെ ദിക്ർ അത് നിലനിർത്തുക എന്നുള്ളതാണ്.
അത് തവാഫിലാകട്ടെ, സഈലാകട്ടെ, ഇനി ഹജ്ജിൻ്റെ സമയത്താകട്ടെ, എല്ലാ ഇബാദത്തുകളും അതിൽ കൂടുതലും ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിലുള്ളത്. അല്ലാതെ പ്രത്യേകമായി ധാരാളം ദുആകൾ അങ്ങനെ ഖാസായിട്ട് പ്രത്യേകമായി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധിക്കുന്ന അത്ര ദുആയുടെ കിതാബും മറ്റുമൊക്കെ വായിച്ച് പഠിച്ച് പറ്റാവുന്ന അത്ര മനപ്പാടം ദുആകൾ തന്നെ ആക്കുക. അത്രയും നമ്മൾ ദുആ എത്രത്തോളം നമ്മൾ പഠിക്കുക, വളരെ ആശയസമ്പുഷ്ടമായ ഹദീസുകളിലുള്ള ചുരുങ്ങിയ വാക്കുകളിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായ ദുആകളുണ്ട്. ആ ദുആകൾ നമ്മൾ എടുത്ത് പഠിക്കുക. ഇത് ഉംറക്ക് പോകുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട, അവർ തീരുമാനിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, നിങ്ങൾ പോയി കഴിഞ്ഞാൽ എല്ലാം എളുപ്പത്തിൽ നടക്കും. ഇതാണ് പലപ്പോഴും ആളുകൾക്ക് ചെയ്യാൻ പറ്റാതായിരിക്കുക. ദുആ ചെയ്യേണ്ട സമയത്തൊക്കെ പ്രത്യേകിച്ച് ഒരു ദുആയും ഓർമ്മ വരികയില്ല. ദുആ അറിയാതെ ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ അത് ഇങ്ങനെ യാന്ത്രികമായി ചൊല്ലുക. ഇനി വേറെ ചില ആളുകൾ കാണാൻ പറ്റുക, ഒരു ഉസ്താദ് എന്തെങ്കിലുമൊക്കെ ദുആ ദിക്റുകളൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും, അതിങ്ങനെ ഏറ്റു ചൊല്ലുക, ഒരു ജാഥ വിളിക്കുന്നത് പോലെ. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. അവിടെ പൂർണ്ണമായി നമ്മുടെ ഖുശൂവോടുകൂടി ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൽ അങ്ങേയറ്റം വിനയത്തോടുകൂടി ദുആ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ്. ഇബാദത്തുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഒരുപാട് ദുആകൾ പഠിച്ചതിന് ഒരുങ്ങിപ്പോകുക. ഹജ്ജിനും ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ദുആകളും ദിക്റുകളും പഠിച്ച് ഒരുങ്ങിയിട്ട് തന്നെ പോകുക. അതാണ് നമുക്ക് അവിടെ മുതൽക്കൂട്ടാക്കുക. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, നമുക്ക് ഉംറയുടെ സിഫത്ത് വിശദീകരിക്കാം. ഈ ഉംറയുടെ വിശദീകരിക്കുന്ന സിഫത്തുകൾ അത് ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഉപകാരമുള്ളതാണ്. കാരണം നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ആളുകൾ പോകുന്നത് അവർ സൗദിയിലോ മക്കയിലോ ഉള്ള ആളുകളെ പോലെ നേരിട്ട് ഹജ്ജ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല. ഹജ്ജ് 3 രൂപത്തിലാണ് ചെയ്യാറുള്ളത്. ഒന്ന് ഇഫ്രാദായി ചെയ്യും, ഹജ്ജ് മാത്രം, അഥവാ ഇഹ്റാം കെട്ടുന്നത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. പൊതുവെ മക്കക്കാരായ ആളുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ, അടുത്തുള്ള ആളുകൾ, അവർ സ്ഥിരമായി ഉംറയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ ഉംറ അതിൻ്റെ കൂടെ ചെയ്യുകയില്ല. നേരെ ഹജ്ജിൻ്റെ ഇഹ്റാം കെട്ടി ഹജ്ജ് മാത്രം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ഖിറാൻ ഉണ്ടാകും. ഇനി ഖിറാൻ ആകട്ടെ നമ്മൾ ചെയ്യുന്നത് തമത്തു ആണ്. തമത്തു ആകട്ടെ രണ്ടിലും ഉംറയും ഹജ്ജുമുണ്ട്. ഖിറാൻ എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യുന്നത് അത് ഏകദേശം അവർ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഹജ്ജിൻ്റെ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും. എന്നിട്ട് അവർ തഹല്ലുലാവുകയില്ല, അഥവാ അതേ ഇഹ്റാമിൽ തന്നെ ഉണ്ടാവുക, എന്നിട്ട് നേരെ ഹജ്ജിലേക്ക് പ്രവേശിക്കും. നമ്മൾ ചെയ്യാറുള്ളത് പൊതുവേ നമ്മൾ ദുൽഖഅദയിലോ മറ്റുമൊക്കെ നമ്മുടെ നാടുകളിൽ നിന്നും ഹജ്ജിന് പോകാറുണ്ട്. ഇനി അതിന് മുന്നേ പോകുന്ന ആളുകൾക്ക് അങ്ങനെയും പോകാം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഉംറ നിർവഹിക്കും. ഉംറ നിർവഹിച്ചതിന് ശേഷം തഹല്ലുലാകും. പിന്നീട് നമുക്ക് സാധാരണ ജീവിതം നയിക്കാം. ഒരു കാര്യവും നമുക്ക് വിരോധിക്കപ്പെട്ടതായിട്ടില്ല. പിന്നീട് ദുൽഹിജ്ജ 8-ൻ്റെ അന്ന് നമ്മൾ ഇഹ്റാം കെട്ടുക. ഇതാണ് തമത്തു, നമ്മുടെ നാടുകളിലൊക്കെ പൊതുവെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉംറ എന്ന് പറയുന്നത് ആദ്യം ചെയ്യേണ്ടതുണ്ട്. ആ ഉംറയുടെ രൂപം ഇങ്ങനെ തന്നെയാണ്. ഇനി ഹജ്ജിൽ തന്നെ നമുക്ക് ഹജ്ജിൻ്റെ തവാഫുണ്ട്, അതുപോലെ തന്നെ ഹജ്ജിൻ്റെ സഈ ഉണ്ട്. അതിനുമൊക്കെ ഇതേ തവാഫിൻ്റെയും സഈൻ്റെയും വിധികളാണ് ഭൂരിഭാഗവും വരുന്നത്. അതുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപകാരപ്രദമാണ് എന്ന് ഉണർത്തുകയാണ്. ഒന്നാമതായി സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടത് ഈ ഉംറക്ക് പോകുന്ന സമയത്ത് ലോകത്ത് വ്യത്യസ്ത ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീഖാത്തുകളുണ്ട്. ആ മീഖാത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അവർ ഉംറക്കോ ഹജ്ജിനോ വേണ്ടിയിട്ടുള്ള ഇഹ്റാം കെട്ടുന്നത്. ഇഹ്റാം സംഭവിക്കുന്നത് അത് മീഖാത്തിൽ വെച്ചിട്ടാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ വെള്ളവസ്ത്രം ധരിക്കുക എന്നത് മാത്രമല്ല, അത് ഇഹ്റാമിൻ്റെ വസ്ത്രം മാത്രമാണ്. ഇഹ്റാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൽബിൽ നിന്നുള്ള നിയ്യത്താണ്. ഞാൻ ഉംറയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് കൽബിൽ നിന്നുള്ള നിയ്യത്തിനാണ് ഇഹ്റാം എന്ന് പറയുക. അത് ഹജ്ജിനാണെങ്കിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഉംറക്കാണ് നമ്മൾ പറഞ്ഞു, നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ആദ്യം ഉംറയാണ് ചെയ്യുക. ഹജ്ജിൻ്റെ ഇഹ്റാം അത് വേറെയാണ്. അതുകൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഉംറയുടെ ഇഹ്റാമാണ് നമ്മൾ കെട്ടുക. അത് മനസ്സിൽ പൂർണ്ണമായി നിയ്യത്ത് വേണം. നിയ്യത്തിൻ്റെ സ്ഥാനം അത് മനസ്സിൽ തന്നെയാണ്. പക്ഷേ ഈ ഹജ്ജിൻ്റെ വേളയിലും ഉംറയുടെ വേളയിലും തൽബിയത്ത് ചൊല്ലുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതൊരിക്കലും നമുക്ക് മറ്റ് ഇബാദത്തുകൾക്ക് ഈ നിയ്യത്ത് ചൊല്ലി പറയാനുള്ള തെളിവല്ല. ഇതിന് പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സ്ഥാനമാണിത്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് നമ്മൾ നിയ്യത്തല്ല, ഇബാദത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ്. എന്നാൽ ആ തക്ബീറത്തുൽ ഇഹ്റാം ഇല്ലെങ്കിലോ നിസ്കാരം സഹിയാവുകയുമില്ല. അതേപോലെയാണ് ലബൈക അല്ലാഹുമ്മ ഉംറത്തൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിൽ നിയ്യത്ത് വെച്ച് അത് വിളിച്ചു പറയുക എന്നുള്ളത്. ഇത് രണ്ടിനും ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ഇഹ്റാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നതിനും അതിൻ്റെ വാക്കുകളും അതിനുശേഷമുള്ള പ്രവൃത്തികളിലും ബന്ധമുണ്ട്. നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിക്കഴിഞ്ഞാൽ, അല്ലാഹു അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ഹലാലായ ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമായി. പിന്നീട് അവന് ഭക്ഷണം കഴിച്ചുകൂടാ, വെള്ളം കുടിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഇതെല്ലാം അവൻ്റെ നിസ്കാരത്തെ ബാത്തിലാക്കി കളയും. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത്. അവന് ഹലാലായ ചില കാര്യങ്ങളൊക്കെ ഹറാമായി തീരും. അതുപോലെ തന്നെ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടു മുമ്പ് അവന് അനുവദനീയമായ
ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്നും തഹല്ലുലാകുന്നത് പോലെ, അത് നിസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് തുല്യമാണ് തഹല്ലുലാകുക എന്ന് പറയുന്നത്. അതുവരെയുള്ള സമയത്ത് അവൻ ഒരുപാട് കാര്യങ്ങൾ ഹറാമാണ്, മഹ്ലൂറാത്തുകളുണ്ട്, അത് അവൻ ഒഴിവാക്കേണ്ടതുണ്ട്. അത് മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ഫിദിയ, പ്രായശ്ചിത്തം അവൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ മീഖാത്തിൽ ആണ് നമ്മൾ ഇഹ്റാം കെട്ടുക. അത് പൊതുവെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിൽ നിന്നും പോകുന്ന സമയത്ത് മീഖാത്ത് നമ്മൾ കാണാറില്ല. പ്രത്യേകിച്ച് ഉംറ ചെയ്യുന്നത്, നമ്മൾ നേരെ ഉംറ ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ നമ്മൾ പൊതുവെ മീഖാത്ത് കാണുക വളരെ കുറവായിരിക്കും. ഇനി അതല്ല, നമ്മൾ ജിദ്ദയിലോ അല്ലെ മദീനയിലോ എയർപോർട്ടിലേക്ക് ഇറങ്ങി അവിടുന്ന് നമ്മൾ പിന്നെ ഉംറക്ക് പോകുകയാണ് എങ്കിൽ, അപ്പോൾ ജിദ്ദയിൽ ഇറങ്ങി നമ്മൾ മദീനത്ത് പോയി പിന്നെ മദീനയിൽ നിന്ന് ഒരാൾ ഉംറക്ക് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരെ മദീനയിൽ ഇറങ്ങി അല്ലെങ്കിൽ റിയാദിൽ ഇറങ്ങി, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉംറക്ക് പോകുന്നു എങ്കിൽ നമ്മൾ മീഖാത്ത് സ്വാഭാവികമായി കാണും. അതല്ല, നമ്മൾ നേരെ ജിദ്ദയിൽ പോയി ഉംറ ചെയ്യുക, അങ്ങനെ മക്കയിലേക്ക് പോയി ഉംറ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മീഖാത്ത് കാണൂല. കാരണം നമ്മൾ ഫ്ലൈറ്റ് വഴി പോകുന്ന സമയത്ത് ആ മീഖാത്തിനെ കടന്നിട്ടാണ് നമ്മൾ ജിദ്ദയിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഹ്റാം അത് നേരത്തെ തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ജിദ്ദയിൽ എത്തിയതിന് ശേഷം ചെയ്യുക എന്നുള്ളത് ശരിയാവുകയില്ല. നമ്മൾ നേരത്തെ തന്നെ ഇഹ്റാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകൾക്ക് അങ്ങനെ വസ്ത്രത്തിൽ യാതൊരു വിഷയവുമില്ല. പുരുഷന്മാർക്ക് ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കണം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഇഹ്റാമിൻ്റെ വസ്ത്രം അവർ നേരത്തെ തന്നെ ധരിച്ചു വെക്കുക, എയർപോർട്ടിൽ നിന്ന് തന്നെ ധരിച്ചു വെക്കുക. പിന്നീട് മീഖാത്തിൻ്റെ ഏകദേശം, നമുക്ക് ഏകദേശമേ പറയാൻ സാധിക്കുകയുള്ളൂ, ഏകദേശം ഫ്ലൈറ്റ് അതിന് മുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക. പിന്നീട് നമ്മൾ ഒരു മുഹരിമായി, ഇഹ്റാം കെട്ടിയ വ്യക്തിയായി, അതാണ് നമ്മൾ ചെയ്യുക. പൊതുവെ നമ്മൾ അതാണ് ചെയ്യുക. അതല്ലാതെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ മീഖാത്തിലൊക്കെ പോകുന്നത്. സാധാരണഗതിയിൽ മീഖാത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളിൽ പെട്ടതാണ് നമ്മൾ നല്ല ശുദ്ധിയായി, വൃത്തിയിൽ ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെ പൂർണ്ണമായി കുളിക്കുക എന്നുള്ളത്. ഇതെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ്. ഒരാൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉംറയെ ബാധിക്കുകയില്ല. അയാൾ പൂർണ്ണമായി ശുദ്ധിയായി കുളിക്കുക എന്നുള്ളത്, അത് ഹൈലുള്ള സ്ത്രീകളാകട്ടെ, അതുപോലെ തന്നെ പ്രസവരക്തമുള്ള നിഫാസുള്ള സ്ത്രീകളാകട്ടെ, ഇവരെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഹൈലുള്ള സ്ത്രീകൾ ചിലപ്പോൾ അവിടെ ഹൈലിൻ്റെ അവസാന ദിവസം മറ്റോ ആണെങ്കിൽ അവരവിടെ മീഖാത്തിൽ എന്തായാലും ഇഹ്റാമിലൂടെ പ്രവേശിച്ചിട്ട് ഇഹ്റാം കെട്ടി പിന്നീട് മക്കയിലെത്തി 1-2 ദിവസം റൂമിൽ കഴിഞ്ഞാൽ അവർക്ക് ഹൈല് മാറിയാൽ പിന്നീട് അവർക്ക് തവാഫും മറ്റുമൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ പോലും അവർ കുളിക്കേണ്ടതുണ്ട്. സാധാരണ നമുക്കറിയാം ഹൈലിൽ നിന്ന് ശുദ്ധിയാകണമെങ്കിൽ ഹൈലിൽ നിൽക്കേണ്ടതുണ്ട്. പക്ഷേ ഹൈലുള്ള സ്ത്രീകളാകട്ടെ, നിഫാസുള്ള സ്ത്രീകളാകട്ടെ, അവർ കുളിക്കേണ്ടതുണ്ട്. ഇത് ഹദീസിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുളിക്കാൻ പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ ആളുകളും, ആണും പെണ്ണും ഒക്കെ അവർക്ക് കുളിക്കാം, അതിനുവേണ്ടി സൗകര്യമുള്ളിടത്ത് കുളിക്കാം. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ നാട്ടിൽ നിന്നാണ് പോകുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മീഖാത്ത് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുളി ഇപ്പോൾ എയർപോർട്ടിൽ നിന്നാക്കുന്നതിനേക്കാളും നല്ല നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുളിക്കുകയാണ്. കാരണം എയർപോർട്ടിൽ നമുക്ക് ചിലപ്പോൾ വേണ്ട സൗകര്യം കിട്ടിക്കോളുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് ശുദ്ധിയായി നമ്മൾ എന്ത് ചെയ്യുക? പുരുഷന്മാർ എയർപോർട്ടിൽ നിന്നും ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ചാൽ മതി. എയർപോർട്ടിൽ നിന്നും ധരിക്കേണ്ടതില്ല. നമുക്ക് ആ സമയം എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ധരിച്ചാൽ മതി. പക്ഷെ നമുക്കറിയാം ഫ്ലൈറ്റിൽ എത്തിയാൽ അതിൻ്റെ ടോയ്ലറ്റ് വളരെ ചെറുതായിരിക്കും. അവിടെ നമ്മൾ ഉള്ള വസ്ത്രം മാറ്റിയിട്ട് ഇഹ്റാമിൻ്റെ വസ്ത്രമൊക്കെ ധരിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അനുവദനീയമാണ്. നേരത്തെ തന്നെ ഇഹ്റാമിൻ്റെ വസ്ത്രം കെട്ടുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷേ ആ സ്ഥലം എത്തുമ്പോൾ മാത്രമാണ് നമ്മുടെ ഖൽബ് എന്ത് ചെയ്യുന്നത്? ഇഹ്റാമിലേക്ക്, നുസ്കിലേക്ക്, ആ ആരാധന കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. പൊതുവെ നിങ്ങൾക്കത് ഏകദേശം, അത് നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത് അവർ പറഞ്ഞു തരും ഏകദേശം എത്ര സമയം മുമ്പാണ്. അഥവാ ഏകദേശം നമ്മൾ ഇറങ്ങുന്ന ജിദ്ദയിൽ നിന്നും ഒരുപാട് നേരം ഒന്നും ആവേണ്ടതില്ല, അവിടുന്ന് പറഞ്ഞു തരും. ഖർനുൽ മനാസിൽ എന്നുള്ള മീഖാത്തിൻ്റെ മുകളിൽ ഏകദേശം ഫ്ലൈറ്റ് എത്തുമ്പോൾ നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറയും. വസ്ത്രം നമ്മൾ നേരത്തെ ധരിച്ചിരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? അവർ വസ്ത്രമൊക്കെ സാധാരണഗതിയിലുള്ള വസ്ത്രമാണ് അവർ ധരിക്കേണ്ടത്. എന്നാൽ അവർ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിഖാബ് കൊണ്ട് മുഖം മറക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അതുകൊണ്ട് നിഖാബ് അല്ലാത്തത് കൊണ്ടാണ് അവർ മുഖം മറക്കേണ്ടത്. അന്യപുരുഷരുണ്ടാകും. സ്വാഭാവികമായി ഫ്ലൈറ്റിലായാലും ഇന്നത്തെ കാലത്ത് തവാഫും സഅയൊക്കെ ചെയ്യുമ്പോൾ അന്യപുരുഷരുണ്ടാകും. അതുകൊണ്ട് അന്യപുരുഷരുണ്ടെങ്കിൽ എന്നൊരു നിബന്ധന ഇപ്പോൾ പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. പണ്ട് കാലത്തൊക്കെ അത് അത്രയും തിരക്കില്ലാത്ത കാലഘട്ടമാണ്. അന്യപുരുഷർ ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ കാലിയായിരിക്കും ഹറം. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 60-ലും 70-ലൊക്കെ കപ്പലിലൊക്കെ ഹജ്ജിനും ഉംറക്കൊക്കെ പോയ ആൾക്കാരോട് ചോദിച്ചാൽ മതി. അതുപോലെ രാത്രിയാകുമ്പോൾ മഗ്രിബൊക്കെ ആകുമ്പോൾ പിന്നെ ആകെ കാലിയാവും. പിന്നെ മസ്ജിദൊന്നും ആരും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലൊക്കെ മസ്ജിദ് പോലെ ആളുകൾ ഒക്കെ പകൽ തന്നെ ഉംറ ചെയ്യേണ്ട ആൾക്കാരൊക്കെ ചെയ്ത് വ്യത്യസ്ത ദിക്കിലേക്ക് പോയിട്ടുണ്ടാവും. ഇന്നങ്ങനെയല്ല, ഇന്ന് 24 മണിക്കൂറും തിരക്കാം. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വസ്ത്രത്തിൽ അവർ മനസ്സിലാക്കേണ്ടത് നിഖാബ് അത് ഒഴിവാക്കുക.
പകരം തലയിൽ നിന്നും താഴേക്കിടുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള തട്ടം, അങ്ങനെയുള്ള തട്ടം അടുപ്പിക്കാൻ പറ്റും. അത് നേരത്തെ തന്നെ അത് തയ്യാറാക്കി പോവുക. അത് ഉപയോഗിച്ചുകൊണ്ട് മുഖം മറക്കുക, അന്യപുരുഷന്മാരുടെ മുന്നിൽ നിന്ന് മുഖം മറക്കുക. ഇനി പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ ആ കുളിച്ച് ഇഹ്റാം വസ്ത്രമൊക്കെ ധരിക്കുന്നതിന് മുമ്പ് അവൻ്റെ താടിയിലും അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തിലും അതുപോലെ തലയിലുമൊക്കെ അവൻ്റെ ഏറ്റവും നല്ല മുന്തിയ ഊതോ അല്ലെങ്കിൽ അതുപോലെയുള്ള അത്തറുകളോ ഉണ്ട് എങ്കിൽ അത് പുരട്ടുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യുഹ്രിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം കെട്ടാൻ ഉദ്ദേശിച്ചാൽ യതതയ്യബു ബി അത്യബി മാ യജിദ്, അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഏറ്റവും നല്ല സുഗന്ധം കൊണ്ട് അദ്ദേഹം അത് സുഗന്ധം പൂശും. സുമ്മ അറാ വബീല ദുഹ്നി ഫി റഅസിഹി വലിഹിയതിഹി വബഅദ ദാലിക്, പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും അതുപോലെ തന്നെ വസ്ത്രത്തിലുമൊക്കെ താടിയിലുമൊക്കെ ആ അത്തറിൻ ഊതിൻ്റെ തിളക്കം കാണാൻ പറ്റും. അത്രയും നന്നായി തേക്കാറുണ്ട് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇഹ്റാം കെട്ടിയതിന് ശേഷം പിന്നീട് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല. മുഹരിമിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ല, പക്ഷെ അതിന് മുമ്പ് അവൻ ഉപയോഗിക്കാം. അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത്തറും മറ്റൊന്നും ആക്കാൻ പാടില്ല. അതല്ലാതെ നമ്മുടെ ശരീരത്തിലും താടിയിലും അതുപോലെ തലയിലും ഒക്കെ നമുക്ക് നല്ല നമ്മുടെ കയ്യിലുള്ള നല്ല അത്തറ് അല്ലെങ്കിൽ ഊത് എന്ത് ചെയ്യുക, അത് പുരട്ടുക, അത് സുന്നത്തായ കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരുടെ ഇടയിൽ അവർക്ക് സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് അവിടെയും അങ്ങനെ തന്നെയാണ്. അവർക്ക് അത് സുന്നത്തില്ല എന്ന് മാത്രമല്ല, അവരത് ചെയ്യാൽ അത് കുറ്റക്കാരികളാകും എന്നുള്ളത് മനസ്സിലാക്കുക. എൻ്റെ സഹോദരങ്ങൾ, മീഖാത്തിലാണ് എങ്കിൽ നമുക്ക് മറ്റൊരു സുന്നത്തും കൂടിയുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്റാം പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഇഹ്റാം പ്രവേശിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ആ മീഖാത്തിൽ ഏതെങ്കിലുമൊക്കെ ഫർള് നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ അവിടുന്ന് ഫർള് നിസ്കരിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഫർള് നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ ഫർള് ആ പള്ളിയിൽ നിസ്കരിക്കാം. എല്ലാ മീഖാത്തുകളിലും നല്ല മസ്ജിദുകളിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ അതല്ല എങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ രാത്രിയിലാണെങ്കിൽ നമ്മൾ വിത്രോ മറ്റോ ഒക്കെ നിസ്കരിക്കാം. അതല്ലെങ്കിൽ വുളുവിൻ്റെ സുന്നത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. അതിനുശേഷം ആണ് നമ്മൾ വാഹനത്തിൽ കയറേണ്ടത്. അതിനുശേഷം വാഹനത്തിൽ കയറിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് അഥവാ അന്നുണ്ടായിരുന്ന വാഹനത്തിൽ കയറിയതിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന രൂപത്തിൽ തൽബിയത്ത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന വാഹനത്തിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ചൊല്ലുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം, സൂചിപ്പിച്ചൊരു കാര്യം, നമുക്ക് എന്തെങ്കിലുമൊക്കെ രൂപത്തിൽ രോഗമോ പ്രയാസമോ ഒക്കെ ഉണ്ട്, നമ്മളൊരു തരത്തിൽ പോകുന്നതാണ്. ചിലപ്പോൾ നമ്മുടെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ പകുതി വഴിയിൽ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൈദിൻ്റെ ഒക്കെ ഡേറ്റ് ഏകദേശമായിട്ട് ചിലപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് ഹൈദ് ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരും എന്ന് മുന്നിൽ കണ്ടാൽ അവിടെ നമുക്കൊരു നിബന്ധന വെക്കാം, അല്ലാഹുമ്മ മഹല്ലി ഹൈസു ഹബസത്നി, എന്നെ എവിടെയാണോ ഞാൻ നിന്നു പോകുന്നത് അവിടെ വരെയാണ് ഞാൻ ഈ ഇബാദത്തുകൾ ചെയ്യുക എന്ന് ആദ്യമേ തന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് അങ്ങനെ നിർത്തേണ്ടി വന്നാൽ അതിന് പകരമായി പ്രായശ്ചിത്തമൊന്നും കൊടുക്കേണ്ടി വരില്ല. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരാടിനെ അറക്കുക എന്നുള്ള പ്രായശ്ചിത്തം നമ്മളവിടെ സ്വാഭാവികമായിട്ട് നിന്ന് പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് പറയാം. അതല്ലാത്ത ആളുകൾ അങ്ങനെ പറയേണ്ടതില്ല. അങ്ങനെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി സ്ത്രീ റുബാഅത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹ, അവർ രോഗിയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ടുണ്ട്, ഹുജ്ജി വഷ്തരിതി വഖൂലി, നീ ഹജ്ജ് ചെയ്യുക എന്നിട്ട് ഷർത്ത് വെച്ച് ഇങ്ങനെ പറയുക, അല്ലാഹുമ്മ മഹല്ലി ഹൈസു ഹബസ്തനി, അള്ളാഹുവെ എൻ്റെ സ്ഥാനം എവിടെയാണോ നീ എന്നെ നിർത്തുന്നത് അതുവരെയാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന രൂപത്തിൽ പറയുക. അതിനുശേഷം ഇഹ്റാം കെട്ടിയതിന് ശേഷം പിന്നീട് നമ്മൾ തവാഫ് ആരംഭിക്കുന്നത് വരെ ചെയ്യേണ്ട ഒരു കാര്യമാണ് തൽബിയത്ത് ചൊല്ലുക എന്നുള്ളത്. തൽബിയത്ത് ആവർത്തിച്ച് ചൊല്ലുക. അതിന് പ്രത്യേക സമയമോ കണക്കോ എണ്ണമോ ഒന്നുമില്ല. ആവർത്തിച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക എന്നത് നമ്മൾ ആവർത്തിച്ച് ചൊല്ലുക. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അത്യുച്ചത്തിലാണ് അവർ ചൊല്ലേണ്ടത്, നന്നായി ഒച്ചത്തിൽ തന്നെയാണ് അവർ ചൊല്ലേണ്ടത്. അത് ഫ്ലൈറ്റ് മുതൽ അവർക്കത് ചൊല്ലി തുടങ്ങാം, എയർപോർട്ടിൽ എത്തിയാലൊക്കെ ചൊല്ലാം, പിന്നീട് പോകുന്നിടത്തൊക്കെ ചൊല്ലാം. ചില ആളുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അങ്ങനെ ദിക്റുകൾ ഒച്ചത്തിൽ ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ പ്രയാസമാണ്. അങ്ങനെ ചെയ്യരുത്. ദിക്റുകൾ സാധ്യമാകുന്നിടത്തൊക്കെ നമ്മൾ ഉച്ചത്തിൽ ചൊല്ലുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഉച്ചത്തിൽ ചൊല്ലാൻ പാടില്ല. അവർ സ്വന്തമായി കേൾക്കുന്ന രൂപത്തിൽ ആണ് അവർ ചൊല്ലേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത് അവസാനിക്കുന്നത് എവിടെയാണ്? ഇഹ്റാം പ്രവേശിച്ചാൽ ഇത് തൽബിയത്ത് ആരംഭിക്കും. ഇത് അവസാനിക്കുന്നത് ഉംറ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം
തവാഫ് ചെയ്യുമ്പോഴാണ്, തവാഫിൻ്റെ ചെയ്യാൻ ആരംഭിക്കും, അതിനുവേണ്ടി നിങ്ങൾ ആരംഭിച്ച് നിൽക്കുമ്പോഴാണ് ഉംറ തൽബിയത്ത് അവസാനിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ശരി, ഇനി നമ്മളവിടെ മക്കയിലെത്തിയാൽ നമുക്ക് ചില സുന്നത്തുകളുണ്ട്. മക്കയിലെത്തിയാൽ വീണ്ടും ഒന്നുകൂടി കുളിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. ഒരാൾക്ക് അതിന് തരപ്പെട്ടിട്ടില്ല, അതോ പോയ ഉടനെ റൂം കിട്ടിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അത് സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആദ്യം തന്നെ റൂമൊക്കെ കിട്ടുകയാണെങ്കിൽ ആ റൂമിൽ പോയി ഒന്ന് കുളിച്ചൊക്കെ ഫ്രഷായി വന്നതിനാൽ അങ്ങനെ ഒരു സുന്നത്ത് കൂടി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കുളിച്ച് ശുദ്ധിയായി വുളുവൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തവാഫ് ആരംഭിച്ചിട്ടുള്ളത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന അവ്വല ഷൈഇൻ ബദഅ ബിഹി ഹീന ഖദിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക അന്നഹു തവദ്ദഅ സുമ്മ തവാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തിയപ്പോൾ ആദ്യമായി ചെയ്തത് വുളു എടുത്തു, പിന്നീട് തവാഫ് ചെയ്തു എന്നാണ്. കുളിച്ചു എന്നുള്ളത് വേറെ ഒരു റിവായത്തിൽ കാണാം. അതുകൊണ്ട് അത് സുന്നത്തായ ഒരു കാര്യമാണ്. ഒരാൾക്ക് അതിന് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ സുന്നത്തായ കാര്യം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് നമുക്ക് തിരക്കിനോ മറ്റോ ഒക്കെ അത് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല എൻ്റെ ഉംറ കൊളാകുമോ, എൻ്റെ ഉംറ ആകെ സ്വീകരിക്കപ്പെടാതാകുമോ, അത് മനസ്സിലാക്കേണ്ടതില്ല. നമ്മൾ സുന്നത്തും റുക്കുനുകളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം. അത് അതിന് വേണ്ടിയിട്ടാണ്, സുന്നത്തിന് ഉപേക്ഷിക്കാനല്ല. അഥവാ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്വമൊന്നുമില്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ കുളിക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ കുളിക്കുക. പിന്നീട് നമ്മൾ ഉംറ ചെയ്യാൻ നേരെ മസ്ജിദിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെയുള്ള സുന്നത്തുകളെല്ലാം തന്നെ എല്ലാ മസ്ജിദുകളിൽ നമ്മൾ കയറുമ്പോൾ പാലിക്കേണ്ടതായ സുന്നത്തുകളാണ്. മസ്ജിദിൽ കയറുമ്പോൾ നമുക്കറിയാം വലത് കാല് വെച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അതുപോലെ തന്നെ മസ്ജിദിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയുണ്ട്. ഇതൊക്കെ എന്നും മസ്ജിദിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും മറ്റൊരു പുതിയൊരു പഠിപ്പ് അതിന് ആവശ്യമില്ല. സാധാരണ നമ്മൾ ഏറ്റവും കുറഞ്ഞത് ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഇനി അതുപോലെ തന്നെ ഔദു ബില്ലാഹിൽ അലീം വബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം പോലെയുള്ളതൊക്കെ ചൊല്ലുക. അതൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ മസ്ജിദിലേക്ക് പ്രവേശിക്കുക. മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വലത് കാല് വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്, അതിവിടെ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പോൾ വാഹനത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടില്ല, അതൊക്കെ എപ്പോഴും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ടോ ഉംറയുമായി ബന്ധപ്പെട്ടോ അല്ല, വാഹനത്തിൽ കയറിയാലുള്ള ദുആ, അതൊക്കെ നല്ല നല്ല ദുആകളാണ്, നമ്മുടെ യാത്രക്ക് എളുപ്പമാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഉപേക്ഷിക്കാൻ പാടില്ല. യാത്ര വളരെ എളുപ്പമാകുന്ന, യാത്രയിൽ ഒരുപാട് പ്രയാസമാകും, അതിൽ നിന്നൊക്കെ എളുപ്പത്തിന് ചോദിക്കുന്ന ദുആകളാണത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ നമ്മളത് വീട്ടുകാരൊക്കെ അള്ളാഹുലേക്ക് തവക്കുലാക്കിയിട്ട്, ഞാൻ പോകുന്ന വഴിയിലൊന്നും പേച്ചു പോകാതിരിക്കാൻ, എന്നെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ, എനിക്കൊരു അക്രമം ഏൽക്കാതിരിക്കാൻ, ഇങ്ങനെയൊക്കെ ദുആകളുണ്ട്, സ്ഥിരപ്പെട്ട ദുആകളുണ്ട്. അപ്പോൾ സ്ഥിരപ്പെട്ട ദുആകളുടെ കിതാബ് വാങ്ങിയിട്ട് ഇതൊക്കെ നമ്മൾ എപ്പോഴും ചൊല്ലേണ്ടതാണ്. അതൊക്കെ ചൊല്ലണം. വാഹനത്തിൽ കയറിയാലുള്ള യാത്ര എളുപ്പമാക്കി തരാൻ, ക്ലേശകരമായ ഒരു കാഴ്ചയും കാണാതിരിക്കുന്നതൊക്കെ നല്ല ദുആകളിൽപ്പെട്ടതാണ്. അതിപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് ഉംറയുടെ ഹജ്ജിൻ്റെയോ ഖാസായിട്ടുള്ള മാത്രമായിട്ടുള്ള ഒരു ദുആ അല്ല, അതെപ്പോഴും നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ചെല്ലേണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മസ്ജിദിൽ കയറുന്ന സമയത്ത് ആ ദുആകളൊക്കെ ചൊല്ലി മസ്ജിദിൻ്റെ എല്ലാ അദബുകളും പാലിക്കുക. മനസ്സിലാക്കുക, ഏറ്റവും അഫ്ളലായ മസ്ജിദിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മസ്ജിദിൽ സാധാരണ ഒരു മസ്ജിദിൽ കയറുമ്പോൾ തന്നെ അതിന് ഒരുപാട് അദബുകളുണ്ട്. നമുക്ക് മറ്റു സ്ഥലത്ത് ഇപ്പോൾ ചന്തയിലെ പോലെ ഒച്ചത്തിൽ സംസാരിക്കുക, ശബ്ദം ഉണ്ടാക്കുക, ചിരിച്ച് ബഹളം ഉണ്ടാക്കുക, ഇതൊന്നും സാധാരണ ഒരു മസ്ജിദിൽ തന്നെ യോജിക്കാത്ത കാര്യമാണ്. മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ആദ്യമായി നിർമ്മിച്ചിട്ടുള്ള മസ്ജിദാണ്, അവ്വൽ മസ്ജിദാണത്. അതിൻ്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന, അവിടെ നിന്ന് നിസ്കരിക്കുന്ന ഒരു നിസ്കാരത്തിന് 1,00,000 കൂലിയുണ്ട്. അവിടുന്ന് ചെയ്യുന്ന തിന്മകൾക്ക് മറ്റു സ്ഥലത്തെ തിന്മകൾ പോലെയല്ല, കടുത്ത ശിക്ഷയായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് എല്ലാ അദബുകളും പാലിക്കണം, എല്ലാ മര്യാദകളും നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ ഏറ്റവും നന്നാക്കി ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മസ്ജിദുൽ ഹറം. ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലത്താണ് നമ്മൾ ഉള്ളത് എന്ന് നമുക്ക് ബോധ്യം വേണം. അവിടെയാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മളതിൻ്റെ ചുറ്റും വലിയ ക്ലോക്ക് ടവറുകളും അതുപോലെയുള്ള മാളുകളൊക്കെ കണ്ടിട്ട് ഇത് ഏതോ സാധാരണ ഒരു ഷോപ്പിംഗ് സെൻറ്റർ പോലെയാണെന്നും വിചാരിച്ചേക്കരുത്. നമ്മൾ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ അവിടെയൊക്കെ കാണുമ്പോൾ അങ്ങനെ ആളുകൾ വലിയ തിരക്കിലും ഒരുപാട് ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു സാധാരണ ചന്ത പോലെയൊക്കെ അതിൻ്റെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ നടന്നും ബഹളമൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളെ മനസ്സിലതൊന്നും കയറിയിട്ട് നമ്മുടെ തഖ്വ കുറഞ്ഞു പോകാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ തഅലീം, നമ്മുടെ ബഹുമാനം, ആദരവൊന്നും കുറഞ്ഞു പോകാൻ പാടില്ല. ഇത് അല്ലാഹു തആല ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടാക്കിയ ആ മസ്ജിദ് അത് തന്നെയാണിത്. ഒരുപാട് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ടുള്ള സ്ഥലമാണത്, വഹി ഇറങ്ങിയിട്ടുള്ള സ്ഥലമാണത്, അത്രയും ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ്. ആ ബോധ്യമൊക്കെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ നടന്നുപോയ വഴികളാണത്. ഇന്നത് മാർബിൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് അവിടെ നിന്നൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പം അത്രയും ശ്രേഷ്ഠതമായ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് എന്ന ബോധ്യം നമുക്ക് വേണം.
അതിലുണ്ടാകുന്ന ആധുനികതയും അതുപോലെയുള്ള അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തോ ആണ് വിചാരിക്കാൻ പാടില്ല. അത്രയും ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ്, അത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഉംറ ചെയ്യുമ്പോൾ അതിൻ്റെ റുക്കിനിൽ ഒന്നാമത്തെ റുക്കിൻ നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞു, അത് ഇഹ്റാം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ റുക്കിൻ. 3 റുക്കിനുകളാണുള്ളത്. ഒന്ന് ഇഹ്റാമാണ്, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഈ റുക്കിനുകളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും മറന്നു പോകുന്നത് വളരെ കുറവാണ്. റുക്കിനുകൾ മറന്നിട്ട് നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ ഇബാദത്ത് ബാത്തിലായി പോകും. അതിൽപ്പെട്ടതാണ് ഇഹ്റാം. രണ്ടാമത്തേത് നമ്മൾ ഈ ചെയ്യുന്ന തവാഫ്. മൂന്നാമത്തേത് സഅയ്. ഇത് 3 മറന്നിട്ടാണെങ്കിൽ പോലും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ തവാഫ് അത് നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ്. ആ തവാഫ് ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? തവാഫ് എന്ന് പറഞ്ഞാൽ കഅബയെ പ്രദക്ഷിണം ചെയ്യലാണ്. കഅബയെ വലം വെക്കലാണെന്നാണ് നമ്മൾ പറയുക. പക്ഷെ വലം എല്ലാം നമ്മൾ വെക്കുക. നമ്മൾ ഇടത്തെ കൂടെ നമ്മുടെ ഇടത്തു ഭാഗത്തായിരിക്കും കഅബയെ ചുറ്റുക. ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ കഅബയെ ചുറ്റുന്നതാണ് ഇബാദത്തുകൾ കൊണ്ട്. കഅബയെ ചുറ്റുക എന്നുള്ളതാണ് തവാഫ് എന്നുള്ളത്. തവാഫ് എന്ന് പറയും ചുറ്റുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇനി അത് ചുറ്റുന്നതിന് ആരംഭിക്കേണ്ട സ്ഥലമുണ്ട്, അവസാനിക്കേണ്ട സ്ഥലമുണ്ട്. ആരംഭിക്കുന്നത് അത് ഹജറുൽ അസ്വദിൻ്റെ നേർക്ക് നേരെ നിന്നാണ്. അപ്പോൾ നമ്മൾ ആ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ മറ്റ് തഹിയ്യത്ത് നിസ്കാരമില്ല. മറ്റ് മസ്ജിദുകളിലെ പോലെ നമുക്ക് തഹിയ്യത്ത് അവിടെ പോയി ഉംറ ചെയ്യാൻ പോകുന്ന ആൾ നിസ്കരിക്കേണ്ടതില്ല. എന്നാൽ അതല്ല, ഉംറയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ വക്തിനും വന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ തഹിയ്യത്ത് നിസ്കരിക്കണം. അവിടെ സുന്നത്ത് നിസ്കാരത്തിന് പോലും പണ്ഡിതന്മാർ ശരിയായ അഭിപ്രായമായി സ്വീകരിച്ച് പറഞ്ഞിട്ടുള്ളത് അതിനും 1,00,000 കൂലിയുണ്ടെന്നാണ്. അപ്പം അത് മറ്റ് നിസ്കാരങ്ങൾക്കൊക്കെ നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കണം. അതല്ല ഉംറക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉംറയുടെ നേരെ പോയി തവാഫാണ്. നമ്മൾ അവിടെ എവിടെയും ഇരിക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യരുത്. നേരെ തവാഫാണ് ആരംഭിക്കുന്നത്. അപ്പോൾ തവാഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ മത്താഫിലേക്ക് പോകണം. അതിൻ്റെതായ വഴികളും മറ്റുമൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ അവിടെ എത്തിയാൽ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ രൂപത്തിൽ പോയാൽ നിങ്ങൾക്ക് നേർക്ക് നേരെ ഹജറുൽ അസ്വദിൻ്റെ അടുക്കൽ എത്താൻ സാധിക്കും. ഹജറുൽ അസ്വദ് ആദ്യമായി അവിടെ സുന്നത്തുള്ളത് ഹജറുൽ അസ്വദിനെ പോയി ചുംബിക്കുക എന്നുള്ളതാണ്. ചുംബിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇനി ചുംബിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൈ കൊണ്ടോ അല്ല നമ്മുടെ കയ്യിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അതിനെ സ്പർശിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ കയ്യെ ചുംബിക്കാവുന്നതാണ്. ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തലിമുഹു വയുഖബ്ബിലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിനെ കൈകൊണ്ട് സ്പർശിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതിൽ ബറക്കത്തെടുക്കലില്ല. തബറുക്കിൻ്റെ ഒരു ഇനമല്ല ഹജറുൽ അസ്വദ് എന്ന് പറയുന്നത്. ഹജറുൽ അസ്വദ് അതിനെ ചുംബിച്ചത് കൊണ്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കും. നമ്മുടെ ശരീരത്തിലുള്ള ഭാഗം അവിടെ സ്പർശിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള വസ്ത്രങ്ങളോ മറ്റോ അവിടെ ഉരച്ചത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബറക്കത്തെടുക്കും എന്ന് യാതൊരു നിലക്കും ദീനിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ പലപ്പോഴും അവിടെ കാണുന്നൊരു കാര്യമാണ്. പല ആളുകളും തിരക്ക് കൂട്ടുന്നത് കഅബയുടെ ഏതെങ്കിലും ഭാഗത്ത് കില്ലയിലേക്ക് അവരുടെ മുസല്ല ഉരക്കുക, അത് അവരുടെ ടവലുകൾ ഉരക്കുക, കൈകൾ ഉരക്കുക, എന്നിട്ട് അത് നാട്ടിൽ കൊണ്ടുപോയി നാട്ടിൽ കുറേ ആളുകൾ അത് സ്പർശിക്കുക. ഇത് തെറ്റായ കാര്യമാണ്, ബിദ്അത്തായ കാര്യമാണ്, ദീനിൽ സ്ഥിരപ്പെടാത്തതായ കാര്യമാണ്. അത് അനുവദനീയമല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആളുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ആ കല്ലിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നീ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് വളരെ പ്രസിദ്ധമാണ്. അതല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബറക്കത്ത് കിട്ടും, ആ കല്ലിൽ തൊട്ടടുത്ത് വേറെടുത്ത് തൊട്ടതിനാൽ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം കിട്ടും എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതിൻ്റെ ഹിക്മത്ത് എന്താണെന്ന് നമുക്കറിയുകയില്ല. ആ സുന്നത്ത് നമ്മൾ അതുപോലെ പാലിക്കുക. അത് സാധിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇവിടുന്നൊക്കെ പോകുന്ന സമയത്ത് വളരെ കുറവാണ്, പ്രത്യേകിച്ച് ഉംറ ചെയ്യാൻ ആരംഭിക്കുന്ന സമയത്ത്. അതല്ലാത്ത മറ്റു വക്തുകളിലൊക്കെ നോക്കിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ഒന്നാമത്തെ സൊഫിലൊക്കെ നിന്ന് ചെയ്യാൻ സാധിച്ചെന്ന് വരാം. അല്ലാത്തെങ്കിൽ വളരെ സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരതിന് പോകാൻ നിൽക്കുകയേ പാടില്ല. കാരണം ഇതൊരു ചെറിയ സുന്നത്തായ ഒരു കാര്യമാണ്. സ്ത്രീകൾ അതിനെ തിക്കിത്തിരക്കി പുരുഷന്മാരുടെ ഇടയിലൊക്കെ സ്പർശിച്ച് പോകുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഒരിക്കലും ഇത് ചെയ്യാൻ നിൽക്കേണ്ടതില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ. പുരുഷന്മാരും അതെ, അവർ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ഒരു സുന്നത്ത് ചെയ്യുക എന്നുള്ളത് പാടില്ല. മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. എത്രയോ ആളുകൾ അതൊന്നും മനസ്സിലാക്കാതെ ഈ ഒരു സുന്നത്തിന് വേണ്ടി ആളുകളെ തിക്കിത്തിരക്കി ചില ആളുകളെ പിടിച്ചു മാറ്റി ചിലപ്പോൾ അവിടെ താഴെ വീഴുന്നുണ്ടാവും, അവരുടെ കാലിൽ ചവിട്ടുന്നുണ്ടാവും, ചില ആളുകൾ വസ്ത്രം ചിലപ്പോൾ
കീറിപ്പോകുന്നുണ്ടാവും. ഈ ഒരു കാര്യത്തിന് വേണ്ടി സുന്നത്തായ കാര്യമാണ്. അതിനുവേണ്ടി മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക, അത് പ്രയാസപ്പെടുത്തുക, അത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, അതൊരു സുന്നത്താണ്. അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ യാതൊരു കുഴപ്പവും നമ്മുടെ ഉംറക്കോ ഹജ്ജിനോ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ചുംബിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പറഞ്ഞു അടുത്ത് കൈ കൊണ്ട് സ്പർശിച്ചിട്ട് അത് ചുംബിക്കാം. അതിനും സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ അതിന് നേരെ കൈ ഉയർത്തി കാണിക്കുക എന്നത് മാത്രം മതി. ആ കൈ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ചുംബിക്കേണ്ടതില്ല. പ്രത്യേകം മനസ്സിലാക്കണം. കൈ അതിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിലേ ചുംബിക്കേണ്ടത്. വെറുതെ ആംഗ്യം കാണിച്ചതാണെങ്കിൽ ആ കൈ പിന്നെ ചുംബിക്കുക. അവിടെ നിങ്ങൾ പലതും കാണും, പല രൂപത്തിൽ. അവിടെ ഏറ്റവും കൂടുതൽ ക്ഷമ വേണ്ടത് ഈ ബിദ്അത്തുകൾ കണ്ടു സഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ലോകത്ത് എത്രമാത്രം മുസ്ലിമീങ്ങൾ ജഹലിലാണ് എന്നുള്ളത് നമുക്ക് ആ മത്താഫിലും മസ്ഐലും ഒക്കെ സഈൻ്റെ സ്ഥലത്തൊക്കെ കാണും. പല രൂപത്തിലുള്ള ഇബാദത്തുകൾ ആളുകൾ ചെയ്യുന്നതാണ്. പല സംഘങ്ങൾ വന്ന് പല മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തവാഫൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണാൻ വളരെ ഖേദകരമായ ഒരു കാഴ്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ജഹല് മാറ്റി ഇൽമ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇത്രയേ ഉള്ളൂ. കൈ ഉയർത്തിയാൽ പിന്നീട് ഒന്നും അവിടെ ചെയ്യേണ്ടതില്ല. ആ കൈ ഉയർത്തുന്ന സമയത്ത് ബിസ്മില്ലാ വല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുക. ബിസ്മില്ലാ വല്ലാഹു അക്ബർ. ഇനി ഒരാളത് മറന്നാലോ? യാതൊന്നുമില്ല. ഒരാളത് മറന്നു എന്നുള്ളതുകൊണ്ട് ഉംറയെ ബാധിക്കുകയില്ല. എന്നാൽ അത് നിസാരാക്കാനല്ല പറയുന്നത്, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങൾ എന്നിൽ നിന്നും ഈ ആരാധന കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ സുന്നത്തുകൾ പഠിച്ച് അതുപോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഒന്നും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തിരക്കിന് നമ്മൾ ഹജറുൽ അസ്വദ് കഴിഞ്ഞു പോയി അപ്പുറത്തെത്തി, നമ്മളൊന്നും അതിന് ചെയ്യേണ്ടതില്ല, അതിന് കളാവ് കിട്ടേണ്ടതൊന്നുമില്ല. അവിടെ നമ്മൾ എത്തിയാൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ. ചില സമയത്ത് ഹജറുൽ അസ്വദ് നമുക്ക് കാണാനൊന്നും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകമായി ഒരു പച്ച കളർ ട്യൂബ് ലൈറ്റോ എന്താണെന്ന് അറിയില്ല, അത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗത്തെത്തുന്ന സമയത്ത് ഏകദേശമേ നമുക്ക് എത്താൻ പറ്റൂ. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ യാതൊരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ദൂരെ എത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ നേരെ എത്തിയാൽ ബിസ്മില്ലാ അല്ലാഹു അക്ബർ. അതുകൊണ്ട് ആരംഭിക്കേണ്ടത് അവിടെ നിന്നാണ്. നമ്മൾ ചിലപ്പോൾ ഇറങ്ങി ചെല്ലുന്നത് എവിടെ ആയിരിക്കണം എന്നില്ല, ഹജറുൽ അസ്വദിൻ്റെ അടുത്തായിരിക്കണം എന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങി അവിടെ ഒരു റൗണ്ടാക്കി നമ്മളങ്ങനെ പൂർത്തിയാക്കരുത്. ഒരു റൗണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വരേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് തിരിച്ച് നടക്കാൻ പറ്റൂല, ഒഴുക്കിനെതിരെ നീന്തുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു റൗണ്ട് നമ്മൾ തിരിച്ച് അങ്ങനെ വരേണ്ട സ്ഥലമുണ്ട്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ അറിയുന്നോളുന്നില്ല. നമ്മൾ കയറുന്ന ബാബ് അനുസരിച്ച് നമ്മൾ ഇറങ്ങുന്ന മത്താഫ് വ്യത്യസ്ത ഭാഗങ്ങളിലായിരിക്കും. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എവിടെ ഇറങ്ങിയാലും ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വന്ന് നിന്ന് കൈ ഉയർത്തി ബിസ്മില്ലാ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തവാഫ് ആരംഭിക്കുക. 7 തവാഫാണുള്ളത്, 7 ചുറ്റാണ് നമുക്കുള്ളത്. ഓരോ ചുറ്റിലും നമ്മൾ ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യം വരിക ദുആകളും ദിക്റുകളുമാണ്. അതിന് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ വർദ്ധിപ്പിക്കുക. അതുപോലെ ഖുർആൻ എന്തെങ്കിലും പാരായണം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അത് നമ്മൾ നേരത്തെ പഠിച്ചു വെക്കുക. നമ്മൾ ഒരു കിതാബോ മറ്റോ എടുത്ത് അങ്ങനെ അതിൻ്റെ അർത്ഥം കൂടി അറിയാതെ നമ്മളങ്ങനെ ചൊല്ലിപ്പോകുന്നതിനേക്കാൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നേരത്തെ തയ്യാറാക്കി വെക്കുക. അത് ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങൾ അതൊക്കെ ചിന്തിച്ചു വെക്കുക. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മൾ കുടുംബക്കാരുടെ നമ്മൾ തന്നെ ഉണ്ടാവും. അതുപോലെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കാര്യങ്ങളുണ്ടാവും. ആഖിറത്തിൻ്റെ ഓരോ കാര്യങ്ങളുണ്ടാവും. ഓരോന്നും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇനി ഒരിക്കലും തിരിച്ചവിടെ ഒരു ഉംറക്കോ ഹജ്ജിനോ എത്താൻ സാധിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ദിക്റുകൾ ദുആകളില്ല ഒരു സ്ഥലത്തൊഴികെ. എവിടെയാണത്? റുക്കുനുൽ യമാനി എത്തിയാൽ നമുക്ക് സാധിക്കുമെങ്കിൽ റുക്കുനുൽ യമാനിയെ കൈകൊണ്ട് സ്പർശിക്കുക, വലം കൈകൊണ്ട് സ്പർശിക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് ഈ പറഞ്ഞതുപോലെ വലിയ പ്രയാസമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയ പ്രയാസമാണ്. അപ്പോൾ അത് കൈ സ്പർശിക്കാൻ പറ്റിയില്ല, അതിന് നേരെ ആംഗ്യം കാണിക്കേണ്ടതില്ല. നേരത്തെ മറ്റേതുപോലെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ആംഗ്യം കാണിക്കേണ്ടതില്ല. ഇനി സ്പർശിക്കുമ്പോൾ തന്നെ അത് ചുംബിക്കേണ്ടതില്ല, കേവലം സ്പർശനം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ആ റുക്കുൻ യമാനി വിട്ട് കഴിഞ്ഞ ഉടനെ അടുത്ത റുക്കുൻ ഹജറുൽ അസ്വദിൻ്റെതാണ്. അവിടെ എത്തുന്ന സമയത്ത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതും നമ്മൾ അവിടെ വലിയ മുദ്രാവാക്യങ്ങൾ പോലെയൊക്കെ കേൾക്കും. റബ്ബന എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും റബ്ബന ആതിന, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്നും ചെയ്യരുത്. നമ്മൾ റബ്ബന ആതിന, അതിൻ്റെ ആ ദുആയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ഖുർആനിലൊരു ആയത്താണത്. നമ്മുടെ ആ ദുആയിലെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു, ആഖിറത്തും ഉൾക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിലും ഹസനത്ത് തരണമേ എന്നുള്ള ദുആയാണ്. അത് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഓരോ റൗണ്ടിലും ഇതേ കാര്യമാണ്. പ്രത്യേകിച്ച് ഓരോ റൗണ്ടിലും പ്രത്യേക ദിക്റുകളോ ദുആകളോ ഇല്ല. ഈ ബിദ്അത്തിന്റെ കക്ഷികളുടെ കൂടെ പോയാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ കിതാബിൽ ഇല്ലാത്ത ദിക്ർ ഉണ്ടാവില്ല. ഒന്നാമത്തെ റൗണ്ടിലുള്ള ദിക്ർ അത് വേറെ, രണ്ടാമത്തെ കാണുമ്പോൾ അത് ഭയങ്കര സംഭവമായിട്ട് തോന്നും. യാതൊരു സഹിയായ ഒരു ഹദീസും അതിൽ ഉണ്ടാവുകയില്ല. ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ടാവും. ഇനി ഇതിൽ തന്നെ സഹോദരങ്ങളെ ഇവിടെ ശ്രദ്ധിക്കാൻ നേരത്തെ വിട്ടുപോയൊരു കാര്യമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തവാഫ് ചെയ്യുന്ന സമയത്ത്
തവാഫ് ചെയ്യുന്ന സമയത്ത് ഇൽത്തിബാ സ്വീകരിക്കേണ്ടതുണ്ട്. എന്താണ് ഇൽത്തിബാ എന്ന് പറഞ്ഞാൽ? അതൊരു വസ്ത്രത്തിൻ്റെ ഒരു സിഫത്താണ്, രൂപമാണ്. നമ്മുടെ മേൽമുണ്ട് അതിൻ്റെ മധ്യഭാഗം നമ്മുടെ വലം കക്ഷത്തിൻ്റെ അടിയിലാക്കുകയും അതിൻ്റെ 2 ഭാഗം നമ്മുടെ ഇടം ചുമലിൻ്റെ മുകളിൽ വെക്കുകയും അങ്ങനെ നമ്മുടെ വലം ചുമൽ അത് വെളിവാകുന്ന രൂപത്തിലാകുകയും ചെയ്യുന്ന രീതിയാണ്. ഇത് ഇവിടുന്നേ തുടങ്ങേണ്ടതുള്ളൂ. ചില ആളുകൾ വിചാരിക്കും ഇഹ്റാം കെട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യേണ്ടതില്ല, അങ്ങനെ സുന്നത്തില്ല. ഇഹ്റാം കെട്ടുമ്പോൾ തന്നെ ചെയ്യണമെന്നില്ല. ഇനി ചില ആളുകൾ ഉംറ കഴിയുന്നത് വരെ ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കും. ഇല്ല, അത് 7 തവാഫിൽ മാത്രമുള്ള ഒരു രീതിയാണ്. 7 തവാഫ് കഴിയുന്നതോടുകൂടി നമ്മൾ മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ പോയി നിസ്കരിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ചുമൽ 2 മറച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഈ 7 തവാഫിൽ മാത്രമുള്ള ഒരു രീതിയാണത്. അത് പ്രത്യേകം പുരുഷന്മാർ ശ്രദ്ധിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് വസ്ത്രത്തിൽ നിക്കാബല്ലാത്തത് ഉപയോഗിച്ച് മുഖം മറച്ചുകൊണ്ട് തവാഫ് ചെയ്യുക ശ്രദ്ധിക്കുക. സ്ത്രീകൾ തവാഫ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് കാബയുടെ തൊട്ടടുത്ത് നിന്ന് തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിരക്കില്ലാത്ത സ്ഥലത്ത് കൂടിക്കലരാത്ത രൂപത്തിൽ അവർ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തിരക്കില്ലാത്ത സ്ഥലം തിരഞ്ഞെടുത്ത് അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിൽ പുരുഷന്മാർക്ക് മാത്രമായുള്ള മറ്റൊരു സുന്നത്താണ് റംൽ എന്ന് പറയുന്നത്. അത് നമ്മൾ വേഗത്തിൽ നടക്കുക എന്നുള്ളതാണ്. ഓടുന്നത് പോലെ വേഗത്തിൽ കാലുകൾ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചുകൊണ്ട് വേഗത്തിൽ നടക്കുക. അത് 7 ഷൗത്തിലും 7 ചുറ്റിലും ആവശ്യമില്ല, മറിച്ച് ആദ്യത്തെ 3-ൽ മാത്രം അങ്ങനെ ചെയ്യുക. ബാക്കിയുള്ള 4 അത് നടക്കുക. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതിൽ കാണാം, റമല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഹജരി ഇലൽ ഹജരി സലാസ. ഹജർ മുതൽ ഹജർ വരെ, അത് 3 പ്രാവശ്യം ഒരു റൗണ്ട്, ഒരു ഹജർ മുതൽ ഹജർ വരെയാണ് സലാസ. വമശ അർബ, ബാക്കിയുള്ള 4 സാധാ പോലെ നടന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ധാരാളമായി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, ഇന്നമാ ജഅലല്ലാഹു തവാഫ ബിൽ ബൈത്തി വബൈന സഫാ വൽ മർവ വറമ്യൽ ജിമാരി ലിഇഖാമത്തി ദിക്രില്ലാഹി തആല. തീർച്ചയായും തവാഫും അതുപോലെ തന്നെ സഫാ മർവയുടെ ഇടയിലുള്ള നടത്തവും. ഇനി ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ ജംറയിൽ കല്ലേറുണ്ട്. ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദിക്ർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഈ സമയത്ത് അത്യാവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷേ അനാവശ്യമായ സംസാരം വർദ്ധിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. നമുക്ക് സലഫുകളിൽ നിന്ന് കാണാൻ സാധിക്കും. അവർ ഇഹ്റാം കെട്ടിയാൽ അവരിൽ ചിലർ ഇഹ്റാം അഴിക്കുന്നത് വരെ അനാവശ്യമായി ഒന്നും സംസാരിക്കൂല പൂർണ്ണമായി. കാരണം ആ സമയത്തൊക്കെ നമുക്ക് ഇഹ്റാം തൊട്ട് തവാഫ് വരെ തൽബിയത്താണ് ചൊല്ലാനുള്ളത്. നമുക്ക് അനാവശ്യമായി ബസ്സിൽ പോകുന്ന ആളാകട്ടെ ഫ്ലൈറ്റിൽ പോകുന്ന ആൾ വെറുതെ സംസാരിച്ചിരുന്ന് വർത്താനം പറയേണ്ട സമയമല്ല അത്. പിന്നെ തൽബിയത്താണ്. തൽബിയത്ത് കൊണ്ടാണ് നമ്മൾ നാവ് നനപ്പിക്കേണ്ടത്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിലൊന്നും നമുക്ക് ഒഴിവാക്കാനുള്ളതല്ല. അതുകൊണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇന്നാൾ ഇവിടെ ഇതെന്താ ചെയ്യേണ്ടത് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാമെന്നല്ലാതെ ചില ആളുകൾ ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു കഥ പറഞ്ഞു പോകുന്നത് പോലെ ഇങ്ങനെ തവാഫൊക്കെ ചെയ്യുന്നത്. എന്ത് കാര്യമാണ് അതുകൊണ്ട് ഉണ്ടാവുക? നമുക്ക് ചെയ്യേണ്ട ഒന്നും തന്നെ ഇഖാമത്ത് ദിക്റില്ല, നടക്കുകയില്ല. അതുകൊണ്ട് സംസാരം പൂർണ്ണമായി ഒഴിവാക്കുക. ആവശ്യമുള്ള കാര്യം മാത്രം ചോദിക്കുക. തവാഫിനെ യഥാർത്ഥത്തിൽ നിസ്കാരവുമായിട്ടാണ് തുല്യപ്പെടുത്തിയത്. അതിനിടയിൽ നിങ്ങൾക്ക് സംസാരിക്കാമെന്നല്ലാതെ. സംസാരം അതുകൊണ്ട് അനുവദനീയമാണ്. നിസ്കാരത്തിൽ സംസാരിച്ച ബാത്തിലാവും, തവാഫിൽ ബാത്തിലാവുകയില്ല തവാഫ്. പക്ഷേ ബാക്കിയൊക്കെ നമ്മൾ നിസ്കാരത്തിലൊരു ഇബാദത്തിൽ പങ്കെടുത്തതുപോലെ, ഇബാദത്ത് ചെയ്യുന്നത് പോലെ അതിലിങ്ങനെ ശ്രദ്ധ മുഴുകണം. അതാണ് നമ്മൾ തവാഫും ഇതൊക്കെ വേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെ പരസ്പരം നിന്ന് കണ്ട് സംസാരിച്ച് നിൻ്റെ എത്ര തവാഫായി, എൻ്റെ എത്ര സഹിയായി, ഇങ്ങനെ വർത്താനം പറഞ്ഞ് നീ നേരത്തെ അവിടെ അത് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ വർത്താനം പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്. അത് മിക്കവാറും കാണുന്നത് ഒരുപാട് തവണയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ അവർക്ക് ഒരു ആദത്ത് പോലെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ വേഗം ചുറ്റുക, അതായത് വേഗം അങ്ങനെ ചുറ്റി തീർക്കുക. ഇതെന്തോ ഒരു കടമ തീർക്കുന്നത് പോലെ ഞാൻ ആദ്യത്തെ പെട്ടെന്ന് ചുറ്റി തീർക്കുക. അതല്ല, നമ്മൾ പതുക്കെ ഈ 3 ഇത് ഓട്ടം കഴിഞ്ഞാൽ ബാക്കി നടത്താണ്. അതിൽ പതുക്കെ നടന്ന് ദുആയും ദിക്റും വർദ്ധിപ്പിച്ചിട്ടാണ് നമ്മൾ മുന്നേറേണ്ടത്. അതല്ലാതെ ഇതെങ്ങനെയൊക്കെ തീർക്കുക എന്നുള്ളതല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം, അത്തവാഫു ബിൽ ബൈത്തി സലാ, അവിടെ കാബയിൽ തവാഫ് ചെയ്യുന്നത് നിസ്കാരമാകുന്നു. ഫഅഖില്ലുൽ കലാമ ഫീ, അതുകൊണ്ട് നിങ്ങൾ അവിടെ സംസാരം അത് വർദ്ധിപ്പിക്കുക. അത്താ റളിയല്ലാഹു അൻഹു കാണാൻ സാധിക്കും, അദ്ദേഹം പറയുന്നു, തുഫ്തു വറാ ഇബ്നു ഉമർ വഇബ്നു അബ്ബാസ്, ഇബ്നു ഉമറിന്റെ ഇബ്നു അബ്ബാസിന്റെ ഒക്കെ കൂടെ ഞാൻ തവാഫ് ചെയ്തിട്ടുണ്ട്. ഫലം അസ്മ അഹദൻ മിൻഹും യതകല്ലമു ഫി തവാഫ്, അവരാരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക, അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ടാണ് ആദ്യം ചെയ്യേണ്ടതൊക്കെ പഠിച്ചു വെക്കുക.
അധികം ആൾക്ക് ചില ആളുകൾ ആത്മാർത്ഥമായി സംസാരിക്കുന്നതായിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എവിടെ പോകേണ്ടത്, ഇതൊക്കെ ആദ്യം ചോദിച്ച് പഠിച്ചു വെക്കുക. അവിടെ നിന്ന് ഇങ്ങനെ സംസാരവും ചർച്ചയും ആക്കാതിരിക്കുക. ഇനി സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികമായി ചർച്ച ചെയ്യേണ്ട, ചില സമയത്ത് നമ്മൾ നിസ്കാര സമയത്താണ് തവാഫ് ചെയ്യുന്നത്. സുബൈക്ക് ശേഷമാണെങ്കിൽ അങ്ങനെ നിസ്കാര സമയം വരികയില്ല. കാരണം ആ സമയം കൊണ്ട് നമ്മൾ ഉംറ പൂർത്തിയാവും. അതല്ലാത്ത ചില സമയത്തൊക്കെ നമ്മൾ തുടങ്ങിയാൽ ഒരു ഫർള് നിസ്കാരം വരാനുള്ള സാധ്യതയുണ്ട്. ബാങ്ക് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് തവാഫൊക്കെ ചെയ്യാം, ബാങ്കിൻ്റെ ദിക്റൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്താൽ മതി. എന്നാൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തവാഫ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഫർള് നിസ്കാരത്തിൻ്റെ സമയമായി. ഉടനെ എവിടെയാണോ നിർത്തുന്നത് അവിടെ നിർത്തി ഫർള് നിസ്കരിക്കുക. ശേഷം നിസ്കാരം കഴിഞ്ഞാൽ ബാക്കി പൂർത്തിയാക്കിയാൽ മതി. എവിടെയാണോ നമ്മളുള്ളത് ആ ബാക്കി പൂർത്തിയാക്കിയാൽ മതി, അല്ലാതെ ആദ്യം മുതൽ തുടങ്ങേണ്ടതില്ല. ഇനി അതുപോലെ പെട്ടെന്ന് ദാഹമോ പ്രയാസമോ ഉണ്ടായി പോയി വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് നേരം ഇരിക്കുക, അങ്ങനെയൊക്കെ ആവശ്യം വന്നാൽ അവർ അതിൻ്റെ ബാക്കി പൂർത്തിയാക്കിയാൽ മതി. ഒരുപാട് നേരം വിശ്രമമൊക്കെ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സമയമൊക്കെ വന്നാൽ മാത്രം, അതോ ഒരു 2-3 മണിക്കൂറൊക്കെ എനിക്ക് വിശ്രമിക്കേണ്ടി വന്നാൽ 1-2 മണിക്കൂറൊക്കെ വിശ്രമിക്കേണ്ടി വന്നാലേ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങേണ്ടതുള്ളൂ. അതല്ല കുറഞ്ഞ നേരം 5-10 മിനിറ്റൊക്കെ ഇരിക്കേണ്ടി വന്നു, പ്രയാസം വന്നു, വെള്ളം കുടിക്കാൻ പോയി വന്നു, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി പൂർത്തിയാക്കിയാൽ മതി. അത് സഅയിലാണെങ്കിലും അങ്ങനെ തന്നെ. നിസ്കാര സമയമായ സഅയിലായാലും നമുക്ക് അവിടെ നിൽക്കാൻ സൗകര്യമുണ്ട്. അവിടെ നിന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് ബാക്കി നടത്തം നിർത്തുക. ഇനി സഹോദരങ്ങൾ, വേറൊരു സംശയം ഉണ്ടാവാം. എണ്ണുന്ന സമയത്ത് സ്വാഭാവികമായും ഒക്കെ എണ്ണത്തിൽ എത്ര എത്തി എന്നൊക്കെ സംശയം ഉണ്ടാകുന്നത് വളരെ അധികം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞാൻ 4 ആണോ 5 ആണോ 3 ആണോ 4 ആണോ എന്നൊക്കെ സംശയം ഉണ്ടാവും. ശരിക്കും ആലോചിച്ച് നോക്കുക, ശരിക്കും കിട്ടിയാൽ അതാണ് ഏറ്റവും ഹൈർ. ഇനി അഥവാ അങ്ങനെ സംശയത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ യഖീൻ ഏതാണോ അതിൽ നിൽക്കുക. എങ്ങനെയാണ് യഖീൻ മനസ്സിലാക്കുക? ഇപ്പോൾ ഇത് 3-മത്തെയാണോ 4-മത്താണോ എന്ന് സംശയം വന്നാൽ ഏതാണ് യഖീൻ? 3 ആണ് യഖീൻ. 3 എന്നുള്ള യാതൊരു സംശയമില്ല. 2-മത്തെയോ 3-മത്തെയോ എന്നാണെങ്കിൽ 2 ആണ് യഖീൻ. ആ യഖീനിൽ നിൽക്കുക, ബാക്കി പൂർത്തിയാക്കുക. 2 ആണെങ്കിൽ ബാക്കി 5 പൂർത്തിയാക്കുക. 3 ആണെങ്കിൽ ബാക്കി 4 പൂർത്തിയാക്കുക. അതാണ് ചെയ്യേണ്ടത്. അതിൽ വേറൊന്നും പ്രയാസമൊന്നും ആവശ്യമില്ല. അത്രേ അത് ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ നമ്മൾ സംശയത്തിൻ്റെ യഖീനാക്കി നമ്മൾ 7-8 ആയിപ്പോയാൽ, മനഃപൂർവ്വമല്ലാതെ ആയിപ്പോയാൽ, അതുകൊണ്ട് നമ്മുടെ ഉംറയെ ബാധിക്കുന്നതൊന്നുമില്ല. അത് നല്ല സംശയമാണെങ്കിൽ കുറഞ്ഞത് എടുത്തിട്ട് ബാക്കി പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇനി അതിനുശേഷം സഹോദരങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? തവാഫ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവിടെ സുന്നത്തായിട്ടുള്ളത് മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. ഇതും ചിലപ്പോൾ കടുത്ത തിരക്കുള്ള സമയത്ത് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ സാധിച്ചു കൊള്ളണം എന്നില്ല. എങ്കിൽ മക്കയിൽ എവിടെ വേണമെങ്കിലും, അഥവാ നമുക്ക് ഹറമിൽ എവിടെ വേണമെങ്കിലും ഒക്കെ നിന്നിട്ട് ആ 2 റക്അത്ത് നിസ്കരിക്കാവുന്നതാണ്. അതിൽ സാധിക്കുമെങ്കിൽ നമ്മൾക്കും കാബയുടെയും ഇടയിൽ മഖാം ഇബ്രാഹിം വരുന്ന രൂപത്തിൽ, മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, മഖാം ഇബ്രാഹിമിൻ്റെ അവിടെ നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ നിസ്കരിക്കുക വളരെ ഖഫീഫത്തായിട്ട് നിസ്കരിക്കേണ്ട റക്അത്താണ്. നമ്മൾ നിസ്കാരം അത് ദീർഘമായി സുജൂദൊക്കെ ചെയ്യേണ്ട, വലിയ സൂറത്തൊക്കെ ഓതേണ്ട സ്ഥലമല്ല. അത് നമ്മൾ ഫജറിൻ്റെ 2 റക്അത്ത് സുന്നത്ത്, അതോ ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് പറഞ്ഞതുപോലെയാണ്. അതിൻ്റെ സുന്നത്ത് തന്നെ തഖ്ഫീഫാണ്. ഫജറിന് 2 റക്അത്ത് അതിൽ ഏറ്റവും ചെറുതാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിരുന്നത്. അതേപോലെ തന്നെ അതേ സൂറത്തുകൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, 2-മത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. ഇത് നമ്മൾ പെട്ടെന്ന് ഓതുക. റുക്കൂവും സുജൂദൊക്കെ സാധാരണ രൂപത്തിലാക്കി ഒരുപാട് നേരം ഈ കിടന്നിടത്ത് സുജൂദ് ചെയ്യുക എന്നുള്ളതല്ല അവിടെ സുന്നത്തുള്ളത്. മറിച്ച് നമ്മൾ വേഗം അത് ചെയ്ത് അടുത്ത ആളുകൾക്ക് അവിടെ വിട്ടുകൊടുക്കുക. ചില ആളുകൾ എന്ത് ചെയ്യും, അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പിന്നെ അവിടെ ഇരുന്നിട്ടൊക്കെ കുറേ നേരം ദുആ ചെയ്യും. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ അവിടെ കാത്തുക്കുകയാണ്, ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ അവിടെ കാത്തുക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ വേഗം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുആ ചെയ്യാൻ എല്ലാ സ്ഥലത്തും ദുആ ചെയ്യാം. അതിനുശേഷം നമ്മൾ പോകുന്ന സഫയിലൊക്കെ മുഴുവൻ ദുആ തന്നെയാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, വേഗം മാറിക്കൊടുക്കുക, അടുത്ത ആളുകൾ വരട്ടെ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അവിടെ നിന്ന് നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. അതാണ് ചെയ്യേണ്ടത്. എൻ്റെ സഹോദരങ്ങൾ, അത് കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം? അവിടെ നിന്ന് തന്നെ അടുത്തൊരു സുന്നത്ത് എന്ന് പറയുന്നത് സംസം വെള്ളം പോയി കുടിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിലൊക്കെ സംസമിൻ്റെ ഒരുപാട് ഇത് ഉണ്ട്, അവിടെ നമുക്ക് കുടിക്കാൻ പറ്റും. അത് കുടിക്കുക, അതിൽ നിന്നും ബറക്കത്തെടുക്കുക. സംസം ബറക്കത്തുള്ള വെള്ളമാണ്. അത് ശരീരത്തിൽ പുരട്ടുക, തലയിലൊക്കെ പുരട്ടുക എന്നുള്ളത് ബറക്കത്തുള്ള കാര്യമാണ്. അത് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരു സുന്നത്ത് കൂടിയുണ്ട്. വീണ്ടും ഹജറുൽ അസ്വദിൻ്റെ അടുക്കലേക്ക് എത്തി അതിനെ സ്പർശിക്കുക അല്ലെങ്കിൽ ചുംബിക്കുക എന്നുള്ള സുന്നത്താണ്. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല. അതങ്ങനെ ഒന്നുകൂടി ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അത് ജാബിർ റളിയല്ലാഹു ഹദീസിൽ കാണാം. സുമ്മ ആദ ഇല റുക്നി ഫസ്തലമഹു സുമ്മ ഖറജ ഇല സഫ. അതിനുശേഷമാണ് സഫയിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. സഫയിലേക്ക് നമ്മൾ പ്രവേശിക്കാം. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 3 ഭാഷയിലാണുള്ളത്. 1 അറബിയിലാണ്, 2 ഇംഗ്ലീഷിലാണ്, 3 ഉറുദുവിലാണ്. കാരണം കൂടുതൽ മുസ്ലിം രാജ്യങ്ങളിലും പ്രത്യേകിച്ചും ഏഷ്യയിലൊക്കെ ഉറുദു സംസാരിക്കുന്നവരുണ്ട്. ഇന്ത്യയിലൊക്കെ അവർ കണക്കാക്കുന്ന ഉറുദുവാണ്. അതുകൊണ്ട് ഇത് അറിയുകയാണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ടി വരികയില്ല. അത്വരീഖു ഇലൽ മസ്അ,
വേ ടു മസ് എന്നൊക്കെ കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരാൾ ചോദിക്കേണ്ടി വരികയില്ല, അത്രയും കൃത്യമായി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് സംശയമുണ്ട്, എവിടെ ഇപ്പം ഇനി സഫ എവിടെ, മറവ എവിടെ, സഫയിലേക്കുള്ള വഴി എവിടെ എന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ 3-4 ഭാഷ അറിയുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും. ആ ടാഗൊക്കെ ധരിച്ച ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ അവർ കാണിച്ചു തരും. അങ്ങനെ നമ്മൾ നേരെ എത്തേണ്ടത് സൊഫയിലേക്കാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൊഫ കുന്നൊന്നും ഇപ്പോൾ അവിടെ കാണൂല. കാരണം അന്ന് ഇതൊരു എന്താ പറയുക, കാബൻ്റെ ചുറ്റും അവിടെയാണ് നിസ്കാര ഭാഗം. പിന്നീട് ഇത് പുറത്തേക്കുള്ള 2 കുന്നുകളാണ്, ചെറിയ മലകളാണിത്, സൊഫയും മറവയും. പക്ഷേ ഇതിൻ്റെ പുരോഗമനം വന്നു, ബിൽഡിങ്ങൊക്കെ മസ്ജിദൊക്കെ അത് ഇങ്ങോട്ടേക്കായി, അത് എകരത്തിലായി. നമ്മൾ ഏകദേശം അതിൻ്റെ കുന്നിൻ്റെ മുകൾ ഭാഗത്തേക്കായി. നമ്മൾ നേരെ ഒരു ചെറിയ സ്ലോപ്പിലൂടെ കയറി വന്നാൽ സൊഫയുടെ ഒപ്പമെത്തും. അതുകൊണ്ട് സൊഫയുടെ ഒരു തല നമുക്ക് കാണാൻ പറ്റും. മറവയിൽ അത്രയും ചിലപ്പോൾ കണ്ടുകൊള്ളുന്നില്ല. സൊഫയുടെ ഒരു തല നമുക്ക് മലയുടെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. അതിന് ചുറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെയും അത് ആ മല തൊട്ട് ചുംബിക്കലൊന്നും യാതൊരു സുന്നത്തുമില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അറഫയിൽ പോയ അവിടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിയ ആ ഒരു മല, അതിൽ നിന്നൊക്കെ ചരണ്ടി പൊടിയൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ അതിന് സാധിക്കില്ല, അതിന് ചുറ്റും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുക. അവിടെ പോയി നിന്ന് നമ്മൾ കാബയിലേക്ക് തിരിയുക. കാബയിലേക്ക് തിരിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ആയത്ത് പാരായണം ചെയ്യുക. ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്ന ആയത്തിൻ്റെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഈ ഭാഗമോ പാരായണം ചെയ്യാവുന്നതാണ്. ചില പണ്ഡിതന്മാർ അത് പൂർണ്ണമായി പാരായണം ചെയ്യുന്നു പറഞ്ഞു. അത് പാരായണം ചെയ്യുക. എന്നിട്ട് അബ്ദു ബിമാ ബദ അള്ളാഹു ആരംഭിച്ചത് ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചത്. അഥവാ അള്ളാഹു ഇന്ന സഫ എന്നാണ് ആരംഭിച്ചത്. അതുകൊണ്ട് ഈ ആരംഭിക്കേണ്ടത് സഫയിൽ നിന്നാണ്. അതുകൊണ്ട് സഫയിൽ നിന്നും ആരംഭിക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ തവാഫ് കഴിഞ്ഞ് സഫയിലെത്തി നിൽക്കുകയാണ്. സഫയിലെത്തി കഴിഞ്ഞാൽ ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആയത്തൊക്കെ പാരായണം ചെയ്തു. അബ്ദു ബിമാ ബദ അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ നേരെ എന്ത് ചെയ്യുക? കാബയിലേക്ക് തിരിയുക. സഫയിലേക്കല്ല തിരിയേണ്ടത്. സഫയുടെ മുകളിൽ കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും മുകളിൽ അവിടെ കയറി, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലങ്ങളിലായിട്ട് നിന്നുകൊണ്ട് കാബയിലേക്ക് തിരിയുക. കാബ നമ്മൾ കാണുക എന്നുള്ളത് നല്ലതാണ്. അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിയുക. മിക്കവാറും സഫയിൽ നിന്നും ചില ഏരിയകളിൽ 2-3 തട്ടിലൊക്കെ ഉണ്ട് ഈ സഫയും മറുവൊക്കെ. അത് 1ാമത്തെ തട്ടിൽ തിരക്കാണെങ്കിൽ നിങ്ങൾ നേരെ മുകളിലേക്കായിരിക്കും പോവുക. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് കാബ കാണാൻ പറ്റും. മറവയിൽ മിക്കവാറും ഇന്ന് കാണാൻ സാധിക്കാത്ത രീതിയിലാണുള്ളത്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിലും ആ ദിക്കിലേക്ക് തിരിയുക. കൈകൾ ഉയർത്താം. എന്നിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറഞ്ഞു, 3 പ്രാവശ്യം പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ എന്ന് 3 തവണ പറയുക. ഓരോ ഒന്നിൻ്റെ ഇടയിൽ നമുക്ക് ദുആകൾ വർദ്ധിപ്പിക്കാം. 3 തവണ ഒരുമിച്ച് പറയുക എന്നല്ല. ഒരു തവണ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ധാരാളം ദുആ ചെയ്യാം. എന്തൊക്കെയാണ് നമുക്ക് ദുആ ചെയ്യേണ്ട സമയമാണിത്. ദുആ ധാരാളം വർദ്ധിപ്പിക്കുക. 2ാമത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതേപോലെ പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. അത് ദിക്ർ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞു തന്നാൽ നിങ്ങളത് നോക്കി പഠിക്കുക തന്നെ വേണം. അത് പഠിക്കുക, അർത്ഥമൊക്കെ മനസ്സിലാക്കുക. അതിൻ്റെ ഇടയിലൊക്കെ ധാരാളം ദുആ ചെയ്യുക. 3ാമത്തെ തവണ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ദുആ ചെയ്യേണ്ടതില്ല എന്നാണ് ശരിയായ അഭിപ്രായം. അല്ലാഹു ആലം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ കുന്നിറങ്ങി താഴേക്ക് നടക്കുക. ഇവിടെ പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള മറ്റൊരു സുന്നത്തുണ്ട്. ചില കാര്യങ്ങൾ അത് പുരുഷന്മാർക്ക് മാത്രമാണ്. തവാഫിൽ ആദ്യത്തെ 3 റൗണ്ടിൽ വേഗത്തിൽ നടക്കുക. റമ്മിൽ പുരുഷന്മാർക്ക് മാത്രമായി സുന്നത്തുള്ളതുപോലെ ഇവിടെ ഈ താഴെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് അത് അടയാളപ്പെടുത്തിയ മാർക്കുണ്ട്. ഒരു പച്ച കളർ ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ ആളുകൾ ഓടുന്നത് കാണുകയും ചെയ്യും. ആ ഭാഗത്ത് നിന്ന് നമ്മൾ വേഗത്തിൽ ഓടുക എന്നുള്ളത് അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് പുരുഷന്മാർ മാത്രം അത് ചെയ്യുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓടേണ്ടതില്ല. അത് അറിയാത്ത ആളുകൾ ചിലപ്പോൾ സ്ത്രീകൾ കഷ്ടപ്പെട്ട് ഓടുന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ അത് എളുപ്പമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രയാസമാണ്. അതുകൊണ്ട് അവർക്കത് ചെയ്യേണ്ടതില്ല. അവർ നടന്നിട്ട് ആ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് വന്നവരാണെങ്കിൽ അവർ വേഗത്തിലൂടെ അപ്പുറത്ത് കാത്തു നിൽക്കുക. സ്ത്രീകൾ നടന്നു വരട്ടെ, എന്നിട്ട് ബാക്കി നിങ്ങൾ ഒരുമിച്ച് നടന്നു പോവുകയാണെങ്കിൽ ആ രൂപത്തിൽ ചെയ്യുക. അപ്പോൾ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മൾ മറവ വരെ നടക്കുകയാണ്. ഏകദേശം 400-450 മീറ്റർ ഉണ്ട് സഫയിൽ നിന്നും മറവയിലേക്ക്. അതൊക്കെ വെറുതെ കളയാനുള്ളതല്ല. അവിടെ ധാരാളമായി ദുആയും ദിക്റുകളും വർദ്ധിപ്പിക്കാനുള്ളതാണ്.
ആത്മാർത്ഥമായുള്ള ദിക്റുകളും ദുആകളും അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നേരത്തെ തവാഫിൻ്റെ ഇടയിൽ ചെയ്ത ദുആകളും ദിക്റുകളൊക്കെ തന്നെ നമ്മൾ വീണ്ടും അത് ഇവിടെയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. നടക്കുന്നതിൻ്റെ ഇടയിൽ ദാഹമോ മറ്റോ ഉണ്ടായാൽ സംസം മറ്റൊക്കെ സൈഡിലുണ്ടാകും, അതെടുത്ത് കുടിക്കാൻ യാതൊരു പ്രയാസമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരം വന്നാൽ എവിടെ വെച്ചാലും നിസ്കാരം തുടങ്ങുക, ശേഷം സലാം വീട്ടിയതിന് ശേഷം ദിക്റൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ നമ്മൾ എന്ത് ചെയ്യുക, നടന്നത് പൂർത്തിയാക്കുക. സഫയിൽ നിന്നാണ് ആരംഭിക്കുന്നത്, മറവയിലാണ് അവസാനിക്കുന്നത്. അങ്ങനെ സഫയിൽ നിന്ന് മറവയിലേക്ക് എത്തിയാൽ നമ്മൾ ഒരു സഈയായി ഒന്ന് നടത്തി. ഇനി അവിടുന്ന് സഹോദരങ്ങളെ തിരിച്ച് മറവയിലേക്ക് എത്തിയാൽ, തിരിച്ച് സഫയിലേക്ക് എത്തിയാൽ അത് രണ്ടായി. അങ്ങനെ പോയി വന്നാലല്ല ഒന്ന്, നമ്മൾ മനസ്സിലാക്കണം. തവാഫ് നടത്തുമ്പോൾ ഹജറുൽ അസ്വദ് മുതൽ ഹജറുൽ അസ്വദ് വരെയാണ് ഒന്ന്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സഫയിൽ നിന്ന് മറവയിലെത്തിയാൽ ഒന്നായി, പിന്നീട് മറവയിൽ നിന്ന് സഫയിലെത്തിയാൽ രണ്ടായി. അങ്ങനെ നോക്കിയാൽ അവസാനം മറവയിലാണ് നമ്മൾ ഏഴാമത്തത് എത്തുക. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വല്ല സംശയം, ഇവിടെ സംശയം ഉണ്ടാകുന്നത് വളരെ സാധ്യത കുറവാണ്. നമ്മൾ എവിടെയാണ് എത്തിയത് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലാവും, അതിനനുസരിച്ചിട്ട് മനസ്സിലാകും. കാരണം 2ലും 4ലും 6ലും ഒക്കെ നമ്മൾ ഉണ്ടാവുക എവിടെയായിരിക്കും? സഫയിലായിരിക്കും. 1ലും 3ലും 5ലും 7ലും ഒക്കെ നമ്മൾ മറവയിലായിരിക്കും. അത് ഏകദേശം മനസ്സിലാവും. ഇനി അഥവാ ഒരാൾക്ക് സംശയം വന്നാൽ അതിൽ കുറവ് എടുക്കുക. സംശയം വരുന്ന 2 നടത്താൻ അധികം വരുന്ന സംശയം മിക്കവാറും ഉണ്ടാവുകയുള്ളൂ. ഇതെൻ്റെ 2ാമത്തതാണോ 4ാമത്തതാണോ? കാരണം സഫയിലാകുമ്പോൾ ഞാൻ 2ലെവിടെ എത്തിയാണോ 4ലെവിടെ എത്തിയാണോ എന്നൊക്കെയുള്ള സംശയമായിരിക്കും വരിക. 2 നടത്തം അധികം വരും, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയിലൊക്കെ ദിക്റുകളും ദുആകളൊക്കെ ധാരാളം വർദ്ധിപ്പിക്കുക, അനാവശ്യ സംസാരങ്ങളൊന്നും നടത്താതിരിക്കുക. ആളുകൾ കുറച്ച് 2 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊന്ന് ക്ഷീണിച്ചാൽ പിന്നെ സാധാ പോലെ ഇങ്ങനെ നടന്ന് സംസാരിച്ചിട്ടൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും, വർത്താനൊക്കെ പറഞ്ഞ്. അങ്ങനെ ചെയ്യരുത്. പൂർണ്ണമായ ഇബാദത്തായിട്ട് തന്നെ മനസ്സിലാക്കി നമ്മൾ ഇബാദത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കേണ്ട സമയമാണ്. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ റുക്കിനാണ്. ഇതൊരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുകയില്ല. അതിനുശേഷം നമ്മൾ ഉംറയിൽ നിന്നും വിരമിക്കുന്നത് നമ്മുടെ തല മുണ്ടനം ചെയ്യുകയോ അല്ലെങ്കിൽ വെട്ടുകയോ ചെയ്തുകൊണ്ടാണ്. സ്ത്രീകളാണെങ്കിൽ വളരെ ഒരു വിരൽ തുമ്പിൻ്റെ അത്രമാത്രം വെട്ടുക. ഇതാണ് അവർ തഹല്ലുലാകാൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി മറവയിൽ നിന്നും നമുക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെ ചെയ്യാം. ഇപ്പം നമ്മളെ റൂമിൽ പോയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അനുവദനീയമാണ്. ഇനി അതല്ല, അവിടെ ബാർബർ ഷോപ്പുകൾ ധാരാളം ഉണ്ടാവും, അവിടെ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാർബർ ഷോപ്പിൽ പോലും പോകേണ്ടതില്ല. അവർക്ക് റൂമിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി. അത്രയും നേരം നമ്മൾ ഇഹ്റാമിൽ തന്നെയാണെന്നുള്ള ബോധ്യം വേണം. ഇഹ്റാമിൽ ഞാൻ നേരത്തെ പറയാൻ വിട്ടതാണ്, ഇഹ്റാമിൽ കയറിയാൽ എന്തൊക്കെയാണ് അനുവദനീയമല്ലാത്തത്, അതൊക്കെ ഈ തഹല്ലുലാകുന്നത് വരെ പാടില്ലാത്തതാണ്. അത് നഖം മുറിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മുടി വെട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ശുദ്ധിയാകുന്ന സമയത്ത്, അതല്ലെങ്കിൽ മീഖാത്തിൽ നിന്ന് ശുദ്ധിയാകുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ചെയ്യുക. നഖമൊക്കെ പൂർണ്ണമായി വെട്ടിവെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നീക്കം ചെയ്യാൻ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുക. അതാണും പെണ്ണും ഒക്കെ അങ്ങനെ കൃത്യമായി ചെയ്യുക. ഇത് പിന്നെ അനുവദിക്കപ്പെടുന്നത് തഹല്ലുലായാൽ മാത്രമാണ്. അപ്പോൾ നഖം വെട്ടാൻ പാടില്ല, മുടി മുറിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വിവാഹാന്വേഷണം, അഖദ് വിവാഹം ഉടമ്പടി എന്തായാലും പാടില്ല, വിവാഹാന്വേഷണം പോലും അവിടെ പാടില്ല. സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെയുള്ള മൃഗങ്ങളെയും പക്ഷികളൊക്കെ വേട്ടയാടാൻ പാടില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളോ അത്തരത്തിലുള്ള സംസാരങ്ങളോ ഒന്നും തന്നെ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഇഹ്റാമിൽ കെട്ടിയാൽ പിന്നെ നമ്മൾ അറിയാതെ പോലെ ചിലപ്പോൾ സംഭവിക്കുന്ന ഏതെങ്കിലുമൊക്കെ കല്യാണ ആലോചനകൾ, അതിനെക്കുറിച്ച് സംസാരം, ഇതൊന്നും അവിടെ പിന്നീട് പാടില്ല. പിന്നീട് തഹല്ലുലാകുന്നത് വരെ പൂർണ്ണമായ ഇബാദത്തിനാണ്. ഹജ്ജിൻ്റെ ആളുകളാണെങ്കിലും അങ്ങനെ തന്നെ തഹല്ലുലായാൽ മാത്രമേ ഇതൊക്കെ അനുവദിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പം അങ്ങനെ തഹല്ലുലാകുന്നത് ഇങ്ങനെയാണ്, ഈ രൂപത്തിൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജ് ചെയ്യുന്നില്ല, ഉംറക്ക് മാത്രമായി പോകുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് തല പൂർണ്ണമായി മുണ്ടനം ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതല്ല, ഹജ്ജിലാണ് നാം നേരത്തെ പറഞ്ഞതുപോലെ തമത്തുഇൻ്റെ രീതി സ്വീകരിക്കുന്നതാണ്. തഹല്ലുലായിട്ട് പിന്നീട് ദുൽഹിജ്ജ 8 അന്ന് വീണ്ടും ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജംറത്തുൽ അഖബയിൽ എറിഞ്ഞതിന് ശേഷം ദുൽഹിജ്ജ 10 തലമുണ്ടനം അപ്പോൾ ചെയ്യുകയാണെങ്കിൽ അതാണ് അവർക്ക് നല്ലത്. കാരണം നേരത്തെ തലമുണ്ടനം ചെയ്ത് കഴിഞ്ഞാൽ കുറേ മുമ്പാണെങ്കിൽ പിന്നെ അവർ ചിലപ്പോൾ മുടി അധികം വളർന്നോളുന്നില്ല. അപ്പോൾ ആദ്യം വെട്ടുക, പിന്നീട് തലമുണ്ടനം ചെയ്യുക. അതല്ലാത്ത ഉംറക്ക് മാത്രം ഉദ്ദേശിച്ച ആളുകളാണെങ്കിൽ പരമാവധി തലമുണ്ടനം ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക. അത് അഫ്ളലായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അവിടുന്ന് പറഞ്ഞു, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ, തല വടിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ. സഹാബത്തിൽ ചിലർ പറഞ്ഞു, വൽ മുഖസ്സിരീൻ, തല മുടി മുറിച്ച ആളുകൾക്കും ഉണ്ടാകട്ടെ റസൂലെ, യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, റഹിമല്ലാഹുൽ മുഹല്ലിഖീൻ,
തല വടിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകട്ടെ. അവർ മുഖസ്സിരീൻ, അല്ല മുടി വെട്ടിയ ആളുകൾക്കുമില്ല യാ റസൂലല്ലാഹ്. അവർ ഒരു ചോദ്യ രൂപത്തിൽ ചോദിച്ചു. വീണ്ടും അവിടുന്ന് പറഞ്ഞു റഹിം അള്ളാഹുൽ മുഹല്ലിഖീൻ. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഖാലു വൽ മുഖസ്സിരീൻ യാ റസൂലല്ലാഹ്. അങ്ങനെ 3 തവണ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് തല വടിച്ച ആളുകൾക്ക്. 4ാമത് പറഞ്ഞു വൽ മുഖസ്സിരീൻ. അതുകൊണ്ട് നമ്മൾ ചില ആൾക്ക് ഇനി വന്നിട്ട് കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്ക് തല വടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ മോശമായിട്ടൊക്കെ കാണുന്ന ആൾ. അങ്ങനെ ചെയ്യരുത്. മറിച്ച് അങ്ങനെ നിങ്ങൾ കാണും അവിടെ ചില ആളുകൾ അവർ മുടി വെട്ടുന്നതിന് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു പേരിന് തഹല്ലുലൊക്കെ ആക്കുന്ന രൂപത്തിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ രൂപത്തിൽ അങ്ങനെ ചെയ്യരുത്. വെട്ടുകയാണെങ്കിൽ അത് പൂർണ്ണമായി എല്ലായിടത്തും ഒരേ ഭാഗത്തിലാണ് പുരുഷന്മാർ വെട്ടേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 2 വെട്ടല്ല, എല്ലാ ഭാഗത്തും ഒരേപോലെ വെട്ടുക. ഇത്ര ഇഞ്ചിൽ വെട്ടണമെന്നൊന്നുമില്ല, എല്ലാ ഭാഗത്തും ഒരുപോലെ വെട്ടുക. വടിക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായി വടിക്കുക. ഇതോടുകൂടി ഉംറ പൂർത്തിയായി. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അവർക്ക് റൂമിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് നല്ലത്. അവരുടെ മുടിയും ഇതൊന്നും ആരുടെ മുമ്പിൽ കാണിക്കേണ്ടിയൊന്നും വരികയില്ല. അവർക്ക് റൂമിൽ പോയതിന് ശേഷം എല്ലാ ഭാഗത്തുനിന്നും ചെറിയൊരു വിരലിൻ്റെ അറ്റം, ഒരു വിരലിൻ്റെ അത്രയും നീളമൊന്നും വേണ്ട, ഉന്മുല, ഒരു വിരലിൻ്റെ അറ്റം, ഒരു ഫിംഗർ ടിപ്പ് അത്രയും ഭാഗത്ത് നമ്മൾ എടുത്തിട്ട് അത് ഒന്ന് മുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അനുവദനീയമായി. പിന്നീട് നമുക്ക് സാധാരണ വസ്ത്രം ധരിക്കാം. നേരത്തെ പറയേണ്ട ഒരു കാര്യം കൂടിയാണ്, പുരുഷന്മാരെ അടുത്താണെങ്കിൽ തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. തുന്നിയത് എന്ന് പറഞ്ഞാൽ സൂചി നൂലിട്ട് തുന്നിയത് എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മളിടുന്ന ഇഹ്റാം ഡ്രസ്സിലും സ്റ്റിച്ചൊക്കെ ഉണ്ടാകും. ആ സ്റ്റിച്ച് ഉണ്ടാകാൻ പാടില്ല എന്നല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ആകൃതി കാണുന്നത് പോലത്തെ ഷർട്ട്, പാൻറ്, ജുബ്ബ, ഖമീസ് ഇങ്ങനത്തത് പാടില്ല എന്നതാണ് എൻ്റെ അർത്ഥം. തല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മറക്കാനും പാടില്ല, തല മറക്കാനും പാടില്ല. എന്നാൽ ഒരാൾ തല മറക്കാൻ തലയോട് ഒട്ടിയ നിലയിൽ പാടില്ല എന്നേ ഉള്ളൂ. വെയിലുള്ള സമയത്ത് കുട പിടിക്കുന്നതിനൊണ്ടൊന്നും കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. തലയിൽ തൊപ്പിയിടാൻ പാടില്ല, അല്ലെങ്കിൽ തട്ടമിടാൻ പാടില്ല. ഇതൊക്കെ പുരുഷന്മാർ ചെയ്യുന്നതാണത് ചെയ്യരുത് എന്നാണ്. അപ്പോൾ ഇതോടുകൂടി അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഇനി അനുവദനീയമായി. ഇനി അവർക്ക് ഖമീസോ ജുബ്ബയോ വസ്ത്രമൊക്കെ ധരിക്കാം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് നിഖാബും ധരിക്കാം. നേരത്തെ മുഖം നിഖാബ് അല്ലാത്തത് കൊണ്ട് മറക്കാനാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അത് അനുവദനീയമായി തഹല്ലുലാകുന്നത് കൂടി. ഇനി സഹോദരങ്ങളെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ഈ ഉംറ കഴിഞ്ഞതോടുകൂടി പിന്നെ അവർ മറ്റ് പല സ്ഥലങ്ങളിലും അനാവശ്യമായി ഇങ്ങനെ നടന്ന് അടുത്ത ഷോപ്പിങ്ങും ഇതൊക്കെയാണ്. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് ടൂറിന് പോയതുപോലെയല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് പർച്ചേസിന് ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുറേ പർച്ചേസ് ആയിരിക്കും. ഇങ്ങനെ ഒരു സ്ഥലത്ത് അവിടെ പോയി അവിടുന്ന് കിട്ടാവുന്ന കാര്യങ്ങൾക്ക് അവിടുന്ന് വാങ്ങി, ഇവിടുന്ന് കിട്ടാവുന്നൊക്കെ ഇവിടുന്ന് വാങ്ങി. ശരിയാണ്, നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഉണ്ടാകും. നമ്മൾ നാട്ടിലില്ലാത്ത ചില വസ്തുക്കളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. അവിടെ കച്ചവടം ചെയ്യൽ അനുവദനീയമാണ്, വാങ്ങലൊക്കെ അനുവദനീയമാണ്, അതിന് പുറത്തുനിന്ന് വാങ്ങാം. പക്ഷെ ഇതിനായിട്ട് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ജമാഅത്ത് നിസ്കാരം വരെ ഇല്ലാതാക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ അതിനുവേണ്ടി ഇങ്ങനെ നടക്കുക, അത് ചെയ്യരുത്. അതിന് ഏതെങ്കിലും ചെറിയൊരു സമയം നിശ്ചയിച്ചിട്ട് അപ്പോൾ നമുക്ക് വാങ്ങേണ്ട കമീസുകളോ വാങ്ങേണ്ട അത്തറുകളോ ഊതുകളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളൂ, അത് അനുവദനീയമായ കാര്യമാണ്. പക്ഷെ അതിനു വേണ്ടി സമയം ഒരുപാട് കളയുക എന്നുള്ളത് നമ്മൾ ആ സ്ഥലത്തിൻ്റെ ഫضിൽ നമ്മൾ മനസ്സിലാക്കണം. അവിടെ ചെയ്യുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കൊക്കെ വളരെ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ടാണ് സഹാബത്തിൽ ചിലർ, സലഫുകളിൽപ്പെട്ട ചിലർ സാധാരണഗതിയിൽ ഖുർആൻ 3 ദിവസത്തിൽ കൂടുതൽ കുറഞ്ഞ് പൂർത്തിയാക്കുക എന്നുള്ളത് കറാഹത്തായ കാര്യമാണ്. എന്നാൽ ഇത്തരം ഫضലുള്ള സ്ഥലങ്ങളിൽ എത്തിയാൽ അവർ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ഖുർആൻ ഖത്മൊക്കെ പൂർത്തിയാക്കി തീർക്കും. അതുപോലെ നമ്മൾ ദുഹാക്ക് നിസ്കരിക്കും. സാധാരണ ചിലപ്പോൾ നമ്മൾ 2 or 4 റക്അത്തൊക്കെയുള്ള ദുഹ നിസ്കരിക്കുക, ധാരാളം നിസ്കരിക്കുക, അതിന് എണ്ണമില്ല എന്നാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും നിസ്കരിക്കുക. സുന്നത്ത് നിരുപാധികമായി സുന്നത്ത് നിസ്കരിക്കുക. ചില ആൾക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല, സുന്നത്ത് അങ്ങനെ നിരുപാധികം നിസ്കരിക്കുക, ഇത് ഏതാ സുന്നത്ത് എന്നൊക്കെ ചോദിക്കും. അതുപോലെ നോമ്പെടുക്കുന്ന സമയത്ത് ഏതാ നോമ്പ് എന്നൊക്കെ ചോദിക്കും. നോമ്പും അതുപോലെ തന്നെ നിസ്കാരമൊക്കെ 2 റക്അത്ത് സുന്നത്തൊക്കെ നമുക്ക് എല്ലാ നേരത്തും അനുവദനീയമാണ്. പാടില്ല എന്ന് പറഞ്ഞ സമയത്തേ ഒഴിവാക്കേണ്ടുള്ളൂ. നോമ്പ് പാടില്ലാത്ത വെള്ളിയാഴ്ച മാത്രമായിട്ട് എടുക്കരുത്, ശനിയാഴ്ച മാത്രമായിട്ട് എടുക്കരുത്, ഇതൊക്കെ ഉള്ളൂ. അതല്ലാത്ത ചൊവ്വാഴ്ച ഒരാൾക്ക് നോമ്പെടുക്കാൻ എന്താ നോമ്പെടുക്കുന്നത് ചോദിക്കാനൊന്നുമില്ല. നോമ്പിൻ്റെ കൂലി എല്ലാ ദിവസവും പറയപ്പെട്ട കൂലിയുണ്ട്. അതുപോലെ 2 റക്അത്ത് സുന്നത്ത് അത് 2 മണിക്ക് നിസ്കരിക്കാം, 3 മണിക്ക് നിസ്കരിക്കാം. അത് പാടില്ല എന്ന് പറയുന്ന 3 സമയത്തേ ഉള്ളൂ. സുബൈ കഴിഞ്ഞാൽ ഉദിച്ച് ഒരു ചാണെത്തുന്നത് വരെ, ഇഷ്റാഖിൻ്റെ സമയത്തുനിന്ന് വരെ, സൂര്യൻ നേരെ മുകളിലെത്തുന്നത്, അഥവാ ളുഹറിന് ഒരു 5 മിനിറ്റ് മുമ്പ് വരെയുള്ള, അസർ മുതൽ മഗ്രിബ് വരെയുള്ള സമയം. അതല്ലാത്ത ഏത് സമയത്തും ഒരാൾക്ക് ഒരു റാഹത്തിന് വേണ്ടി അള്ളാഹിനോട് എന്തെങ്കിലും ദുആ ചെയ്യാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ ദുആ ചെയ്യാം. ചില ആളുകൾ സുജൂദിൽ മാത്രമായി ദുആ ചെയ്യാൻ സുജൂദിൽ പോകുന്നതായി കാണാൻ സാധിക്കും. അങ്ങനെ ശറയിൽ തെളിവില്ല. മറിച്ച് നിങ്ങൾക്ക് ദുആ ചെയ്യണമെങ്കിൽ ഏറ്റവും ശരിയാണ്, സുജൂദിലാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവായിട്ട് എടുക്കുന്നത്, അവിടെ ധാരാളമായി ദുആ ചെയ്യണം. അതിനുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, എന്നിട്ട് ആ സുജൂദിൽ പോയി ദുആ ചെയ്യുക. അത് ഹറമിലാകട്ടെ അല്ലാത്ത സ്ഥലത്താകട്ടെ. ഹറമിലാണെങ്കിൽ അതിൻ്റെ ഇരട്ടി 1,00,000 കൂലിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ധാരാളമായി സുന്നത്ത് നിസ്കാരങ്ങളും മറ്റും ചെയ്യുക. അതുപോലെ തന്നെ സുന്നത്തായ തവാഫുണ്ട്. ഇത് നമ്മൾ നിർബന്ധ ഉംറയുടെ തവാഫ് കഴിഞ്ഞാൽ ഇനിയും നമുക്ക് തവാഫ് ചെയ്യാം.
തിരക്കുകൾ ഒക്കെ നോക്കി ഒഴിഞ്ഞ നേരമൊക്കെ നോക്കാം. ഇനി നമുക്ക് നമ്മളെ ഇഷ്ടത്തിനൊക്കെ നോക്കാം. ഒഴിഞ്ഞ നേരമൊക്കെ നോക്കി നമുക്ക് തവാഫ് ചെയ്യാം. അങ്ങനെ തവാഫ് ചെയ്യുന്നതിന് ധാരാളം ഫദ്ലുകളൊക്കെ വന്ന ഹദീസുകൾ ഉണ്ട്. മൻ ത്വാഫ സബ്അൻ ഫഹുവ കഅജ്ലി റഖബ, ആരെങ്കിലും 7 തവണ തവാഫ് ചെയ്താൽ അവനൊരു അടിമയെ മോചിപ്പിച്ചതാണ് പോലെയാണ് എന്നൊക്കെ രൂപത്തിൽ ഹദീസുകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെ നമുക്കിനി നേരത്തെ ഹജ്ജുൽ അസ്വദ് ചുംബിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി പാടില്ലാത്ത നേരത്തൊക്കെ പോയി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആളുകൾ പൊതുവേ ഇല്ലാത്ത നേരമൊക്കെ നോക്കി നമുക്ക് അവിടെ ഇബാദത്തുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ശ്രദ്ധിക്കുക. അത് വളരെ അഫ്ളലായിട്ടുള്ള കാര്യമാണ്. അവിടെ നിന്നുള്ള നിസ്കാരത്തിനും ദിക്റിനും ദുആക്കൊക്കെ കൂടുതൽ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി പരമാവധി മസ്ജിദുകളിൽ തന്നെ കഴിച്ചു കൂട്ടാൻ ശ്രദ്ധിക്കുക. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുക, അവർ ഉംറക്ക് പോയാലും ശരി ഹജ്ജിന് പോയാലും ശരി അവർക്ക് അഫ്ളൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കലാണ്. ഹോട്ടൽ റൂമിൽ അവർ ഒറ്റക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒറ്റക്ക് അവരെ ആക്കി വരാനുള്ള പ്രയാസമൊക്കെ ഉണ്ടാവും. ഇനി അതല്ല, അവിടെ വീടൊക്കെ ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഹറമുകളിൽ മക്കത്തും മദീനത്തുമുള്ള വീടുകളാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ മസ്ജിദിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാളും അഫ്ളൽ. ചില ആളുകൾ ഇവിടെയുള്ള ചില ബിദഅത്തിന്റെ കക്ഷികളെ വിമർശിക്കുമ്പോൾ പറയുന്നതായി കാണാൻ സാധിക്കും. അവർ സ്ത്രീകളെ പള്ളിയിലേക്ക് തന്നെ കൊണ്ടുപോകില്ല, അങ്ങനെ ഇത് പറയുന്നൊക്കെ. അതിൽ ശരിയായൊരു വശവും തെറ്റായൊരു വശവുമുണ്ട്. സ്ത്രീകളെ പള്ളിയിൽ നിന്നും തടയാൻ പാടില്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടയാൻ പാടില്ല. അതുകൊണ്ട് തടയുകയാണെങ്കിൽ അത് കുറ്റം കിട്ടും. സ്ത്രീകൾ പള്ളിയിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ തടയാൻ പാടില്ല, ശർഈയായിട്ട് എന്തെങ്കിലും കാരണമുണ്ട് എങ്കിൽ അല്ലാതെ. എന്നാൽ അവർക്ക് വീടാണ് അഫ്ളൽ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട്. അവർ വീട് തന്നെയാണ് അഫ്ളൽ. സ്ത്രീകൾ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും അവർക്ക് ഇബാദത്താണ് എന്ന് മനസ്സിലാക്കണം. കാരണം വബുയൂത്തുഹുന്ന ഖൈറുൽ ലഹുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും സ്ത്രീകൾ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും അവർക്ക് അത് കൂലിയുള്ള കാര്യം തന്നെയാണ്. അവർ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ അടങ്ങിയിരിക്കുക എന്നുള്ള സ്ത്രീകൾ അവർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അവർ അതിന് പ്രതിഫലാർഹരാണ്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഗ്രഹമുണ്ടാകും. അങ്ങനെ ആദ്യമായി വരുന്ന സമയത്തൊക്കെ ആഗ്രഹം ഉണ്ടാകും. അത് പാടില്ല എന്നോ അതിൽ തടയണമെന്നോ അല്ല. അതിന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ച് വരണമെന്ന് പറഞ്ഞാൽ തടയേണ്ടതില്ല. കാരണം അത് തടയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതുകൊണ്ടാണ്. അവർ അള്ളാഹുവിൻ്റെ വഹി അനുസരിച്ച് പറഞ്ഞതാണ്. കാരണം അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ തടയുക എന്നുള്ളത് അവർക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കും. പക്ഷെ അവർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഫ്ളൽ അത് വീട്ടിൽ നിന്ന് തന്നെയാണ് എന്ന് സ്ത്രീകളും മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികം ഉണർത്തുകയാണ്. അതുപോലെ അവിടെ സംസം കിട്ടും. എല്ലാ സമയത്തും എല്ലാ നേരത്തൊക്കെ സംസം തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് അപ്പോഴേ കിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഇപ്പോൾ കൊണ്ടുവരുന്നതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. അവിടെയുള്ള എല്ലാ കുടിയും വെള്ളമൊക്കെ അത് സംസം തന്നെ ആക്കിക്കോളൂ. അത് തണുത്തിട്ടും അല്ലാതൊക്കെ ലഭിക്കും. ആ സംസം കുടിക്കുന്ന സമയത്ത് നമ്മൾ ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അവിടുന്ന് സംസം കുടിക്കുന്ന സമയത്ത് നമുക്ക് രോഗമുണ്ടോ ആ രോഗത്തെക്കുറിച്ച് പറഞ്ഞ് അള്ളാഹുവിന് ശിഫ കിട്ടാൻ വേണ്ടി പറഞ്ഞ് ദുആ ചെയ്യാൻ. അതുപോലെ തന്നെ ഇൽമ് നമുക്ക് ഓർമ്മ കിട്ടാൻ, അതുപോലെ നമുക്ക് പഠിക്കാൻ എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമുള്ളത് അതൊക്കെ നമ്മൾ സംസം കുടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നിർവഹിക്കുക. സംസം കുടിക്കുമ്പോൾ എണീറ്റ് നിൽക്കണമെന്ന് ചില ആളുകൾ വിചാരിക്കാറുണ്ട്. അതങ്ങനെയല്ല. അവിടെ ഇരിക്കാനുള്ള സന്ദർഭമില്ലാത്ത സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസം കുടിച്ചത്. സാധാരണഗതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഇരുന്നിട്ടാണ് സുന്നത്ത്. അത് സംസം ആയാലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇരിക്കാൻ സാധ്യമല്ലാത്ത സമയത്ത് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നിൽക്കുക എന്നുള്ളത് വെള്ളം കുടിക്കുന്ന സമയത്ത് തെറ്റായ ഒരു കാര്യമല്ല. ഇരിക്കാൻ സ്ഥലമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് കുടിക്കാം. അതുകൊണ്ട് ഇരുന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സംസം വെള്ളവുമൊക്കെ മറ്റും കഴിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഹറമിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റു സ്ഥലങ്ങളിൽ ചെയ്യുന്ന തെറ്റുകളെക്കാളും ഗുരുതരമായ പാപമാണ് ഉണ്ടാവുക. എല്ലാ സ്ഥലത്തും തെറ്റ് തന്നെയാണ്. ഹറമിൽ ഒരാൾ തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മറ്റു സ്ഥലത്ത് ചെയ്യുന്ന തെറ്റ് പോലെയല്ല. അതിന് പാപം കൂടും. അതുകൊണ്ട് ഹറമിൽ പ്രത്യേക ശ്രദ്ധ വേണം. അത് തെറ്റുകൾ എന്നൊക്കെ പറയുന്നതല്ല, നമ്മൾ നിസ്സാരമായി കാണുന്ന നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റുകൾ, ഒരാളെ ചീത്ത വിളിക്കുക, മോശമാക്കുക, കളിയാക്കുക, പരിഹസിക്കുക, ഇതൊക്കെ തെറ്റുകളാണ്. ഇതൊക്കെ ഹറമിലാകുമ്പോൾ അതിന് ശിക്ഷ കൂടും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ സാധിക്കാവുന്ന വലിയൊരു കാര്യമാണ്, അറബി ഭാഷയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സാധിക്കാവുന്ന, മുൻഗാമികളൊക്കെ ചെയ്തിരുന്ന കാര്യമാണ്, ഹജ്ജിനും ഉംറയും അവർ പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് ഇൽമ് പഠിക്കാനും അവർക്കുണ്ടാകുന്ന സംശയങ്ങളും ചോദ്യങ്ങളും മടക്കാനുമൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് തീരെ ഒരു പതിവില്ലാത്ത കാര്യമാണ്. അത് നമുക്ക് സംശയമുണ്ടാകും. ഏറ്റവും കൂടുതൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഇരു ഹറമുകളിലും ഉലമാക്കളുണ്ട്.
കാരണം അത് സഹാബത്ത് ദീൻ പഠിപ്പിച്ച മദ്രസകളായിരുന്നു. സഹാബത്ത് ദീൻ പഠിപ്പിച്ച മദ്രസകളായിരുന്നു മക്കയും മദീനയും. അതുകൊണ്ട് അതിൻ്റെ താഴ്വഴിയായിട്ട് ഇന്നും പണ്ഡിതന്മാരവിടെ ഉണ്ട്. അതുകൊണ്ട് ആ പണ്ഡിതന്മാരുടെ അടുക്കൽ അവിടെ ഫത്വ ചോദിക്കാനൊക്കെ സമയങ്ങളുണ്ടാകും. അത് ചോദിക്കുക, പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇതൊന്നും തീരെ ആ ഭാഗത്തേക്ക് നോക്കാത്ത അറബി അറിയുന്ന ആളുകൾ പോലും ഉണ്ട്. അതങ്ങനെ പണ്ഡിതന്മാർ, ഏത് പണ്ഡിതന്മാർ, ഹറമിൽ പോയി ഒരു പണ്ഡിതനെയും കണ്ടിട്ടുണ്ടാവില്ല. 2 ഹറമുകളിലും ലോകം കണ്ട ഏറ്റവും വലിയ മുഹദ്ദിസുകളും ഫുഖഹാക്കളും ഒക്കെ ഇരുന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ്. അത് ആൾക്ക് അറിയുകയില്ല. ഇനി നമുക്ക് അറബി മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അത്തരം ദർസിലൊന്ന് പോയി ഇരിക്കുക, അതൊക്കെ വലിയ ഹൈറുള്ള കാര്യമാണ്, വലിയ ബറക്കത്തുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സാന്ദർഭികമായി ഉണർത്തുക. അങ്ങനെയുള്ള ഭാഷയും മറ്റുമൊക്കെ പഠിച്ച ആളുകളുണ്ട് എങ്കിൽ അവർക്ക് ഹറമുകളിൽ ഇങ്ങനെ ധാരാളം ഉപയോഗപ്പെടുത്താൻ പറ്റും. അവിടുന്ന് കിട്ടുന്ന നല്ല നല്ല ലേഖനങ്ങളും കിതാബുകളും ഒക്കെ വാങ്ങിക്കുക, അത് പഠിക്കുക. ഇതൊക്കെ നമുക്ക് ഉപകാരമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഉംറ ഇതുവരെ നിർവഹിക്കാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് ഉംറ നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിർവഹിച്ച ആളുകൾക്ക് ഇനിയും അവർക്ക് നിർവഹിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.